ഇനി നമ്മുടെ KG എഡ്യൂക്കേഷൻ ആരംഭിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവാണ്. നമുക്കെല്ലാവരും അറിയേണ്ട ഒരു കാര്യം, എപ്പോഴാണ് ഒരു രക്ഷിതാവാവുന്നതെന്ന് ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഈ ഒരു സെഷനെ ഞാൻ 3 സ്റ്റെപ്പാക്കി മാറ്റും. എപ്പോഴാണ് രക്ഷിതാവാവുന്നത്, എന്താണ് ഈ രക്ഷാകർത്തൃത്വം, രണ്ടാമത് ഒരു മികച്ച രക്ഷിതാവാവണമെങ്കിൽ എന്തു ചെയ്യണം, അവധിക്കാലത്ത് എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അവധിക്കാലത്ത് എന്ന് പറയാം, രക്ഷാകർത്തൃത്വം എന്ന് പറഞ്ഞാൽ അവധിക്കാലമെന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടുന്ന, അതായത് ഒരു 10 മാസക്കാലമെന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലായ്പ്പോഴും നമ്മൾ രക്ഷിതാവാണ്. നമ്മൾക്ക് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ ലേബർ മുറിയിൽ മുന്നിലിങ്ങനെ നിന്ന് ആകാംക്ഷയോട് കൂടി ഇങ്ങനെ കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ മുന്നിലേക്ക് അവിടുത്തെ നൈസ് പറയും, ഇന്ന ആൾ പ്രസവിച്ചിട്ടുണ്ട്, ഒരാൾ പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ് എന്നൊക്കെ നമ്മളോട് പറയും. അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഭയങ്കരമായ സന്തോഷമൊക്കെ ഉണ്ടാവും. ഈ സമയം തൊട്ട് നമ്മൾ രക്ഷിതാവായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഈ രക്ഷാകർത്തൃത്വം എന്ന് പറഞ്ഞാൽ നമുക്കതിനൊരു നിർവചനമാണ്. എന്താണ് രക്ഷാകർത്തൃത്വം? ഒരു ഉദാഹരണത്തിന് പറയാം, എന്താണ് പാരൻറ്റിങ് എന്താണ്? അതിനൊരു നിർവചനം നമ്മളൊക്കെ വ്യക്തിപരമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് ഞാൻ എപ്പോഴാണ് രക്ഷിതാവ് ആവുക എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മുടെ മുന്നിലേക്ക് വരുന്ന നമ്മുടെ കുഞ്ഞു മക്കൾ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ എത്ര മക്കളാവട്ടെ, ആ ആദ്യം ഉണ്ടായ കുഞ്ഞ് തൊട്ട് നമ്മൾ എന്തിലെത്തി? ഒരു രക്ഷിതാവ് എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് വരിക. അത് ശരിക്കും മറ്റുള്ള എല്ലാ പദവികളും നമുക്ക് കിട്ടുന്നതല്ല, അൺഎക്സ്പെക്റ്റഡ് അല്ല എന്ന് പറയാൻ കാരണം, ആ രക്ഷിതാവ് എന്നതിൻ്റെ ഒരു അർത്ഥത്തിൽ നമുക്കത് നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ ഒരു ജീവിത പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരു രക്ഷിതാവ്, രക്ഷാകർത്തൃത്വം എന്താണ്, അല്ലെങ്കിൽ പാരൻറ്റിങ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. എന്നിട്ട് പോകാം നമുക്ക് അവധിക്കാലത്തേക്ക്. നമ്മൾ നോക്കുക, മികച്ച എല്ലാ ആളുകളും ഞാൻ ഓരോരുത്തരും നമുക്ക് പലപ്പോഴും മോട്ടിവേഷണൽ സ്പീച്ചിലൊക്കെ കേൾക്കാറുള്ള ഒരുപാട് ആളുകളുണ്ട്. അതായത് ജീവിതത്തിൽ വിജയിച്ച, ഏറ്റവും മനോഹരമായിട്ട് ജീവിതം നയിച്ച് കാണിച്ച ലോകപ്രശസ്തരായിട്ടുള്ള പല ആളുകളുമുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോണില്ല, നമുക്ക് അതൊന്നും ഇവിടെ ചർച്ചയേ അല്ല. നമ്മുടെ മുന്നിൽ നമുക്കൊരു ഈ അവധിക്കാലത്ത് ഒരു മികച്ച പാരൻറ്റിങ് ആവണം, ഒരു പാരൻ്റ് ആവണം, മികച്ച പാരൻറ്റിങ് നടത്തണം എന്നാണ്. അപ്പോൾ ഞാനൊരു സൂചന തരട്ടെ. നിങ്ങൾ മുന്നിൽ ചിലപ്പോൾ നമ്മുടെ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട കുഞ്ഞു മക്കളുണ്ടാവാം, രക്ഷിതാക്കൾക്കൊപ്പം. ആ കുഞ്ഞു മക്കളെ തൽക്കാലത്തിന് കുറച്ച് സമയം ഞാൻ പറയാം, അവരെ വിളിക്കാനാവുന്ന സമയമാകുമ്പോൾ ഞാൻ പറയാം. ഇപ്പം നമ്മുടെ മുന്നിൽ പാരൻറ്റിങ് ആണ്. എല്ലാ കാര്യവും കുട്ടികളുടെ ഇടയിൽ നമുക്ക് ഇതിൽ ചില ട്രിക്സുകളൊക്കെ പറയേണ്ടി വരും. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ട്രിക്സും ടിപ്സും ഒക്കെ നമ്മുടെ മക്കൾ കേട്ട് കഴിഞ്ഞാൽ, ഇനിയിപ്പം എന്നോട് അങ്ങനെ ഇക്കാരല്ലേ അതവർക്ക് മനസ്സിലായി കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സൂചന തരികയാണ്, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പറയുമ്പോൾ ഇപ്പോൾ അവരെ ഒന്ന് മാറ്റി നിർത്തുക. ഇവിടെ നമ്മൾ പാരൻറ്റിങ് ആണ്. ഫസ്റ്റ് സമയം നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ടൊരു പാരൻറ്റിങ് ആണ്. അപ്പോൾ ആ പാരൻറ്റിങ് ക്ലാസ് കിട്ടേണ്ടത് പാരൻസിനാണ്. പാരൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് കുട്ടികൾക്ക് കേൾക്കാൻ പറ്റണ കുറേ കാര്യങ്ങൾ ഞാൻ പറയും, പറ്റാത്ത കുറേ കാര്യങ്ങളും പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചന തരാം. നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തിൽ ഞാനൊരു ചെറിയ സൂചന തരുമ്പോൾ, പിന്നെ നമ്മളൊക്കെ അവരൊപ്പം ഇരുന്നിട്ട് അത് കേൾക്കേണ്ടത് കുടുംബസമേതം കേൾക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ, അമ്മ അച്ഛനോ വീട്ടിൽ മറ്റാളുകൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, വലിയ ശല്യക്കാരൊന്നും അല്ലാത്തവരട്ടോ, ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കണം. നമുക്ക് നന്നായിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ട് പോകണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിന്ന് സ്റ്റുഡിയോക്ക് തന്നെ വരാനുള്ള കാരണം, മറ്റുള്ള എല്ലാ ബഹളമയങ്ങളിൽ നിന്നൊക്കെ ഒരു ഫ്രീ ആയിട്ട് നമ്മുടെ ലൈഫ് ലേണിങ്ങിൻ്റെ മികച്ച ഒരു സംവിധാനത്തിൽ, നല്ല ഒരു സ്റ്റുഡിയോയിൽ അവിടെ സ്റ്റാഫൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് ഓരോ സംഗതികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ വന്ന് ചെയ്താൽ അത് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പണി, നമ്മുടെ കുട്ടികളെ അല്പം ഒന്ന് മാറ്റി നിർത്തുമ്പോൾ അത് ഒരു കൃത്യമായിട്ടുള്ള രൂപത്തിൽ തന്നെ ആവട്ടെ. എന്നിന് ശേഷം നമുക്ക് രക്ഷിതാക്കൾക്ക് ശേഷം നമ്മളൊന്ന് അവരെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അവധിക്കാലമാണ്. നമുക്ക് അവരോടും കുറേ കാര്യങ്ങൾ പറയണം.
പിന്നെ നമുക്കറിയാലോ, ലൈഫാണ്. ലൈഫിൽ ഒരുപാട് കടമ്പകളുണ്ട്, ഇഷ്ടംപോലെ കടമ്പകളുണ്ട്. ഏറ്റവും കൂടുതൽ കടമ്പകൾ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി, അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന സംഗതിയാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഈ ഉത്തരവാദിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശരിക്ക് നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു പാരൻ്റാണ്, ഞാനൊരു രക്ഷിതാവാണ്. ആ രക്ഷിതാവ് എന്ന നിലക്ക് ആ രക്ഷിതാവിന് ഒരു റെസ്പോൺസിബിലിറ്റി ആണ് പാരൻറ്റിങ്. പാരൻറ്റിന് ഒരു റെസ്പോൺസിബിലിറ്റി ആണ് പാരൻറ്റിങ്. അങ്ങനെ ചിന്തിച്ചാൽ ഞാനെപ്പോഴും അതിനോട്ട് വിയോജിക്കുകയാണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ഉത്തരവാദിത്വമല്ല, ശരിക്ക് രക്ഷിതാവുക എന്നുള്ളതൊരു അവസരമാണ്. രക്ഷിതാവുക എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ളൊരു അവസരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ ദൈവികമായിട്ടുള്ള വളരെ ഒരു അവസരമാണ്. ദൈവം നമുക്ക് തരുന്നൊരു ചാൻസാണ്. ആ ചാൻസ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി നമ്മളെങ്ങനെയാണോ ഉപയോഗപ്പെടുത്തുന്നത്, ആ ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ നല്ല ഒരു ഫ്യൂച്ചറുള്ള കുട്ടികൾ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണ്. നമ്മൾ വെറുതെ പറയണതല്ല. മാഷ് ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കുമ്പോഴൊക്കെ ഞാനിപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുകയാണ്, ഓഫ്ലൈനായിട്ടല്ല കാണുന്നത്, ഓൺലൈനായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ ഇരുത്തത്തിൽ ഒരുപാട് ആകാംക്ഷകളുള്ള, ഒരുപാട് വിഷയങ്ങൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് അവധിക്കാലത്ത് ഒരുപാട് വിഷയങ്ങൾ അനുഭവിക്കുന്ന മക്കൾ ഉള്ള രക്ഷിതാക്കൾ ഉണ്ടാവാം. ഒന്നിലധികം മക്കളൊക്കെ വരുന്ന സമയത്ത് ധാരാളം സംഭവവികാസങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ടാവും. ഞാൻ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പടക്കളമായിരിക്കും, ഒരു യുദ്ധക്കളം പോലെ ആയിരിക്കും. ഒന്നൊന്നിനെ മന്തി, ഒന്നൊന്നിനെ തോണ്ടി, ഒന്നൊന്നിനെ താണ്ടി, അവൾ ഇന്നെക്കാട്ടി ഓൾ ഇന്നെക്കാട്ടി, അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി പ്രശ്നമൊന്ന് പരിഹരിക്കാൻ നോക്കണ സമയത്തേക്കാരം ചിലപ്പോൾ. അല്ലെങ്കിലും നിങ്ങൾക്ക് ഓളോടല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ആ ചെറിയ കുട്ടീനോട് ഞാൻ എപ്പോഴും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് വക്കീൽ വാദിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് ഇങ്ങനെ വാദിക്കണൊക്കെ ഉണ്ടാവാം. ഇപ്പോഴും ഉണ്ടാവാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, അവിടുത്തെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകളുടെ കാര്യത്തിലാണെങ്കിലും, അല്ലേ? അങ്ങനെയൊക്കെ ഇല്ലേ? ഇജ്ജ് കുറേ നേരം കളിച്ചില്ലേ, ഞാൻ കളിച്ചട്ടെ, ഇമ്മ തരാൻ പറയും, അമ്മ അത് തരാൻ പറയും എന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ നല്ല അടിയും കച്ചറൊക്കെ നടക്കുന്നുണ്ടാവും. മുടിക്കൊക്കെ പിടിച്ചിട്ട് കച്ചറൊക്കെ കാണിച്ചിട്ട് നിൽക്കുകയാണ്. ഈ അവധിക്കാലം ഒന്ന് പണ്ടാറങ്ങാതെ സ്കൂളൊന്ന് തുറന്നിട്ടിയാൽ മതി 3 വരെ എന്നൊക്കെ ആലോചിച്ച് നിൽക്കണോലൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അതിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് അവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്? കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ അടിവര ഇട്ടിട്ടില്ല കേട്ടോ. കൈകാര്യം ചെയ്യാൻ നല്ലോണം അറിയാം, ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാനൊക്കെ നല്ലോണം അറിയാം. അതിനൊക്കെ ഇങ്ങോട്ട് വരും മാഷ, കൈകാര്യം ചെയ്യൽ എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനോഹരമായിട്ട് അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക, അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. അവധിക്കാലത്ത് മാത്രമല്ല കേട്ടോ രക്ഷിതാക്കൾ രക്ഷാകർത്തൃത്വം ചെയ്യുന്നത്. ഞാനൊരു ചോദ്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അവസരം തരികയാണ്. ഈ രക്ഷാകർത്തൃത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ചോദ്യം ഞാൻ പറയാം. ഈ രക്ഷാകർത്തൃത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു രക്ഷിതാവ്, ഞാനൊരു എക്സ്പീരിയൻസ്ഡ് പാരൻ്റ് ഒന്നല്ലേ, എങ്കിലും എപ്പോഴും രക്ഷാകർത്തൃത്വവുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഭാര്യയോടും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളോടൊക്കെ ഞാൻ പറയാറുണ്ട്. കാരണം നമുക്കൊരവസരം കിട്ടുമ്പോഴാണല്ലോ അത് റോൾ മോഡലായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഐ എം നോട്ട് 100% റോൾ മോഡൽ. ഞാൻ അങ്ങനെ റോൾ മോഡലാണെന്നൊരു വിശ്വാസമില്ല. പക്ഷേ ഞാനൊരു 80% ഓക്കെ, 80% ഞാൻ റോൾ മോഡലായിട്ടാണ് ഈ നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ 20% എൻ്റെ ഇങ്ങനത്തെ ബിസികൾ കാരണമാണ് ഞാൻ മാറ്റിവെക്കുന്നത്. എന്നെ എപ്പോഴും പറയുന്ന വിഷയങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ രക്ഷാകർത്തൃത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയണം. എന്താണ് റോള്? സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ ടീച്ചർ അടുത്താണ്. അത് വിഷയം മാറി മാറി വരുന്നതാണെങ്കിലും ആ ഒരു സ്കൂൾ ബസ്സിലോ സ്കൂൾ വാനിലോ ഓട്ടോറിക്ഷയിലോ കുട്ടി സ്കൂളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഫെസിലിറ്റി എന്താണോ അതിലെത്തുന്നത് വരെ അവിടുന്ന് തൊട്ട് കയറ്റി വിട്ട് അതിന് ശേഷം എന്താ പറയുക, സ്കൂളിലെത്തി, സ്കൂളിൽ ഓരോ പീരീഡുകൾ കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് അവിടെ നാഷണൽ ആന്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലെത്തുന്നത് വരെ അത് കഴിഞ്ഞ സ്കൂളാണ്. സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നൊരു പാരൻറ്റിങ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനൊരു നിർവചനം നിങ്ങളൊക്കെ എനിക്ക് ഒന്ന് പറഞ്ഞു തരണം. നിങ്ങളുള്ളിൽ വെച്ചൊരു പാരൻറ്റിങ്. അപ്പോൾ ഞാൻ ഈ പാരൻറ്റിങ് എന്ന വിഷയത്തിൽ തന്നെ ഊന്നി നിൽക്കാനുള്ള കാരണം, പാരൻറ്റിങ് കൃത്യമായിട്ടില്ലെങ്കിൽ, രക്ഷാകർത്തൃത്വം കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവധിക്കാലത്ത് എന്നല്ല ഒരു കാലത്തും ഓലെ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് രക്ഷാകർത്തൃത്വം ഉണ്ടാവില്ല.
മനസ്സിലായില്ലേ? ഈ അവധിക്കാലത്ത് നിന്ന് മാത്രമല്ല, ഒരു കാലത്തും ഇനി അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാലും അപ്പോഴും നമ്മൾ രക്ഷിതാവാണ്. നമുക്കിപ്പോൾ രക്ഷിതാവ് എന്നുള്ളത് എപ്പോഴാണ്? രക്ഷിതാവ് എന്നുള്ളത് സ്കൂളിൽ മീറ്റിങ്ങിന് പോകുമ്പോൾ രക്ഷിതാവിൻ്റെ ഒപ്പ് എന്ന് പറയുമ്പോഴാണ് ഞാനൊരു രക്ഷിതാവാണ്. ഏതാ കോളം? രക്ഷിതാവിൻ്റെ ഒപ്പ് എന്നുള്ള കോളത്തിൽ പേരെഴുതി ഒപ്പിടുന്ന സമയത്താണ് ഐ എം പാരൻറ്റ്, നെയിം ഓഫ് പാരൻറ്റ്, സിഗ്നേച്ചർ ഓഫ് പാരൻറ്റ് എന്നുള്ളൊരു കോളം വരുന്ന സമയത്ത് മാത്രമാണ് ശരിക്ക് ഞാൻ രക്ഷിതാവാണല്ലേ, ഞാനൊരു രക്ഷിതാവല്ലേ എന്നുള്ള ചിന്തയുള്ളൂ. അതല്ല കേട്ടോ രക്ഷിതാവ്. മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് മാത്രമൊന്നുമല്ല രക്ഷിതാവ്. അങ്ങനെ കരുതുന്ന കുറേ ആൾക്കാരുണ്ട്. രക്ഷിതാക്കളുടെ മീറ്റിങ്ങിന് രക്ഷിതാവ് പോകണം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് അവിടെ ഫീമെയിലായിട്ടുള്ള പാരൻറ്റുകളാണ് പോകുന്നത്, അതായത് അമ്മമാരാണ് പോകുന്നത്. അവിടെ പുരുഷരായിട്ടുള്ള നമ്മുടെ അച്ഛന്മാർ, പിതാക്കന്മാർ, ഉപ്പമാർ അധികം കാണാറൊന്നുമില്ല. ഞാനവിടെ നിൽക്കട്ടെ. ആ രക്ഷിതാവ് എന്നുള്ളൊരു പദം നമുക്ക് എത്രമാത്രം സൂട്ടബിളാണ്, എന്തിനാണ് അങ്ങനെ ഒരു പദം തന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ചറിയാനാണ്. അപ്പോൾ ഈ രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മൾ രക്ഷാകർതൃത്വം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം? പിന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അവധിക്കാലത്തിനപ്പുറത്തേക്ക്, അവധിക്കാലം എന്ന് പറഞ്ഞാൽ 2 മാസമേ ഉള്ളൂ. ശരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളില്ലാത്ത 2 മാസം അവധിക്കാലമാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടം. അതിനെ മറികടക്കാൻ ഈ ഷെഫീഖ് മാഷ് എന്ത് ടെക്നിക്കാണ് പറയുക. ഷെഫീഖ് മാഷ് അത് കുട്ടികളായിട്ട് കളിക്കണ കളിയല്ല കേട്ടോ, അത് രക്ഷിതാക്കളാണ്. നിങ്ങൾക്ക് കുറേയൊക്കെ പറയാനുണ്ടാവും, നിങ്ങൾ കുറേയൊക്കെ പറയും ചെയ്യും. പക്ഷേ നിങ്ങളെ കരുതിയ മാതിരി ഒന്നല്ല, നിങ്ങൾ പറഞ്ഞത് അതുപോലെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. ഞാൻ പറയണത് എന്താ വെച്ചാൽ ചെറിയൊരു വഴിയാണ്, ഒരു ഗൈഡാണ്. ഞാൻ ശരിക്കും പറയുന്ന ഒരു ഗൈഡനാണ്. അപ്പോൾ നമുക്കറിയാലോ ഇന്ന് നമ്മുടെ സംവിധാനം, ഈ രക്ഷാകർതൃത്വം എന്ന് പറയുന്ന നമ്മുടെ വലിയ റോള്. ഞാനൊരു കാര്യം ചോദിക്കാം. നിങ്ങളെ മകൻ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, LKG-കാരനാവട്ടെ, UKG-കാരനാവട്ടെ, 1ാം ക്ലാസ്സുകാരനാവട്ടെ, 2ാം ക്ലാസ്സുകാരനാവട്ടെ, 3ആവട്ടെ, 4ആവട്ടെ, ഒരു വീട്ടിൽ ചിലപ്പോൾ +2 ഉണ്ടാവും, 9ാം ക്ലാസ് ഉണ്ടാവും, 5ാം ക്ലാസ് ഉണ്ടാവും, 4ാം ക്ലാസ് ഉണ്ടാവും, 3ാം ക്ലാസ് ഉണ്ടാവും, അതിൻ്റെ ഇടയിലൊരു LKG-കാരനും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവാം. ചില ആളുകൾക്ക് മറ്റു കുഞ്ഞുങ്ങൾ, വളരെ ചെറിയ മക്കളിൽ പ്രഗ്നൻ്റായി അതിനുശേഷം ഒരു മോളായിട്ടുണ്ടാവും. അത് വളരെ ചെറിയ കുഞ്ഞിക്കാരൻ, അപ്പോഴാണ് LKG-കാരന്, UKG-കാരന്, അവിടെ 2ാം ക്ലാസ്സുകാരൻ, പിന്നെ 5ാം ക്ലാസ്സുകാരൻ, അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഇങ്ങനെ പോവുകയാരം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇടയിലാണ് നമ്മൾ ഈ രക്ഷാകർതൃത്വം, അതായത് പാരൻറ്റിങ് നടത്തേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോൾ എന്താണ്? വാട്ട് ഈസ് യുവർ റോൾ? നിങ്ങളുടെ റോൾ എന്താണ്? ആ ഒരു പാരൻറ്റിങ് എന്നുള്ള നിലക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന പാരൻ്റ്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, പുരുഷർ വളരെ കുറവായിരിക്കാം, കാരണം എങ്കിലും സ്ത്രീകളായിരിക്കാം കൂടുതലുണ്ടാവാം. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അവരൊക്കെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. കാരണം അവർ ഈ ഒരു പാരൻറ്റിങ്ങിൽ കുറച്ചുകൂടെ ബോധേഡ് ആവേണ്ടതുണ്ട്, അവയർനെസ് ഉള്ളവരായിട്ട് മാറേണ്ടവരുണ്ട്. അങ്ങനെയെങ്കിൽ ഞാനത് കേൾക്കണം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണോ, അദ്ദേഹം ആരാവട്ടെ, ചെറിയവനാവട്ടെ വലിയവനാവട്ടെ, നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാം പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്. രക്ഷിതാവായാലും രക്ഷിതാവ് പേരക്കുട്ടി ആയാലും അങ്ങനെ പറയലുണ്ട്. അങ്ങനെയൊക്കെയാണ്. മകനായാലും മകളുണ്ടായാലും മകൾക്ക് മകനുണ്ടായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു പഠനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് വന്ന ഈ രക്ഷാകർതൃത്വം എന്ന് പറയുന്നതിന് ഒരു നിർവചനം നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നതാണ്. എപ്പോഴും രക്ഷിതാക്കളെ മീറ്റിങ്ങിന് പോയാൽ ഞാൻ രക്ഷിതാവാണെന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ കരുതണ്ട. ഞാനെന്താ രക്ഷിതാവാണ്. ഇന്ന് രക്ഷിതാക്കളെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ഇഫൻ്റെ പാരൻസ് മീറ്റിംഗ് ആണ്. ഞാൻ അത് കഴിഞ്ഞ് വരികയാണ്. ഇനി നാളെ അതിന് ഞാൻ ഉണ്ടാവില്ല കേട്ടോ. കാരണം ഞാനിന്ന് നമ്മുടെ റിയാനിൻ്റെ പാരൻസ് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴൊരു പാരൻ്റ് എന്നതിനപ്പുറത്തേക്ക് നമുക്കൊരു വാല്യുബിളായിട്ടുള്ളൊരു റോളുണ്ട്. അത് അവധിക്കാലത്താണെങ്കിലും ശരി, അല്ലാത്ത കാലത്താണെങ്കിലും ശരി. അതിലേക്ക് വരുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇന്ന് അവധിക്കാലമാണ്, കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ട്. രാവിലെ തൊട്ട് കുറച്ച് നേരം കടന്നുറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് നേരം കൂടി കടന്നുറങ്ങിക്കോട്ടെ എന്നപ്പോൾ പറയട്ടോ. അപ്പോൾ മറ്റ് പ്രഭാതത്തിൽ നീക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം കുറച്ചുകൂടെ ഒക്കെ ഉറങ്ങി കുറച്ച് സമയം ഒരു ചെറിയ സ്വസ്ഥത കിട്ടും. മാഷേ അവിടെ കടന്നോട്ടെ, ഞാൻ ഉൾക്കാനൊന്നും പോക്കില്ല എന്നൊക്കെ പറയുന്ന പോലൊക്കെ ഉണ്ടാവും കേട്ടോ. വിളിച്ചാലോ ഇനി അതായിട്ട് നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കളാണ് അല്ലേ.
എല്ലാ തരത്തിലുള്ള മഹാഭാരത യുദ്ധങ്ങളും ബദർ യുദ്ധങ്ങളും ഉഹുദ് യുദ്ധങ്ങളും ഒക്കെ കാണേണ്ടി വരും ഒന്നിലധികം മക്കളൊക്കെ ഉണ്ടെങ്കിൽ. ഞാൻ പറയണെന്താ, ഈ കുട്ടികളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമുക്കവിടെ എന്താണ് റോള് എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ചെറിയൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ മനസ്സ് തട്ടിയിട്ട് പറഞ്ഞാൽ മതി, സത്യസന്ധമായിട്ട് പറയാം. നമ്മുടെ കമൻറ്റ് സെഷൻ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ആ കമൻറ്റ് സെഷനിൽ നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ കുട്ടിയെ, നിങ്ങളുടെ മുന്നിൽ വന്ന കുട്ടിയില്ലേ, ആ കുട്ടിയെ കൺഗ്രാജുലേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കൺഗ്രാജുലേറ്റ് ചെയ്യുക. എന്താ കൺഗ്രാജുലേറ്റ് ചെയ്യുക? അഭിനന്ദിക്കുക, പ്രശംസിക്കുക. എന്തിനാ പ്രശംസിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ സാധാരണ എന്തിനാ പ്രശംസിക്കൽ, എന്തിനാ അഭിനന്ദിക്കൽ, എന്തിനാ കൺഗ്രാറ്റ്സ്, വെരി ഗുഡ്, വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്, ഗുഡ് ജോബ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാട്ടോ ഞങ്ങളൊക്കെ അഭിനന്ദിക്കൽ അതിനാണ് കേട്ടോ. അപ്പോൾ ആ അഭിനന്ദിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഇന്ന് വീട്ടിലുണ്ടായോ? ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. യെസ് ഓർ നോ? ഇന്ന് എൻ്റെ മകനെ അഭിനന്ദിക്കാനുള്ള ഒരു 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 പ്രോസസ്സ് എന്തായിക്കോട്ടെ, ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിക്കാരം, നമ്മൾ പറഞ്ഞ പണിയൊന്നല്ല ഈ കാര്യം ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാനിതിനെ 3ആയിട്ട് തരം തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്ക് നമുക്കൊക്കെ കിട്ടേണ്ടത് പരിഗണനയാണ്. എന്താ ഈ പരിഗണന കിട്ടാത്ത ഒരു വീട്ടിലെ ഒരു കുട്ടിയും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നമ്മൾ വലിയ ഒരു വരയ്ക്ക് അങ്ങ് വരക്കും കേട്ടോ. ഇതാണ് എൻ്റെ വര, ഈ വരയിലൂടെ അങ്ങനെ സഞ്ചരിക്കണേ, അതിന്ന് മാറാൻ പാടില്ലേ. വരയൊക്കെ അവിടെ വരച്ചിട്ടുണ്ടാവും, നല്ല വര തന്നെ ഇക്കാരം കേട്ടോ, വളരെ മനോഹരമായിട്ടുള്ള വരയിക്കാരം. അത് ഞാൻ പറയാം, ഞാനൊരു പാരൻ്റാണ്, ഐ ആം എ ഗൈഡൻസ്, ഞാനൊരു ഗൈഡനും കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞ വരി കൂടി അങ്ങനെ പോണം എന്നിങ്ങനെ പറഞ്ഞ് വിചാരിച്ചിട്ടൊരു വരയൊക്കെ വരച്ചിട്ടുണ്ട്. പക്ഷെ അവൻ പോയിട്ടില്ല. എന്തുകൊണ്ട് അവൻ പോയില്ല? നമ്മൾ പറഞ്ഞ വഴിക്കൊന്നും അവർ എത്തണില്ല. എന്തുകൊണ്ടായിരിക്കാം? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചു. ഇന്ന് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു കാര്യത്തിന് അവൻ കൺഗ്രാജുലേഷൻ അവന് കിട്ടിയോ? ചോദ്യമല്ലേ, സിമ്പിൾ ചോദ്യമല്ലേ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നിപ്പോൾ എന്താ ഇപ്പം എൻ്റെ കുട്ടീനോട് ഞാൻ കൺഗ്രാജുലേഷൻ പറഞ്ഞത്? ഞാൻ ഉണ്ടാവോ? ഇല്ല. രാവിലെ തുടങ്ങി ഇന്നേരം, ഇന്ന് വേണ്ട കേട്ടോ, ഇന്നിപ്പം ഇനി കൺഗ്രാജുലേഷൻ ചെയ്യാനുള്ള നേരം കിട്ടിയില്ല മാഷേ, നാളെ പറ്റുമോ? നാളെ തുടക്കട്ടെ, ഇനി തൊട്ട് അപ്പുറത്തെ ദിവസം അല്ലേ, കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും കൺഗ്രാജുലേഷൻ കൊടുത്തോ? എന്തിനെങ്കിലും ഇങ്ങനെ കൊടുക്കാം. ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഒന്ന് തലോടാം, സൂപ്പർ, അടിപൊളി, മനോഹരം, ഗുഡ് ജോബ്, കീപ് ഇറ്റ് അപ്പ്, ഷറാവട്ടോ, അങ്ങനെ ചെയ്യട്ടോ എന്നൊക്കെ പറഞ്ഞത് തുടരണം കേട്ടോ, ഹാപ്പി ആയിട്ട് അച്ഛൻ. അവിടെ അങ്ങനെ ഒരു നല്ല വാക്ക് കിട്ടിയ ഒരു ദിവസം ഇന്നും അല്ലെങ്കിൽ ഇന്നലെയും. ഇനി നാളെ മുതൽ ഞങ്ങൾ അത് വേറെ വിഷയം, അത് നമുക്ക് ലാസ്റ്റ് പറയേണ്ട സംഗതിയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് നമുക്കൊരു കൺഗ്രാജുലേഷൻ കൊടുക്കാൻ കഴിഞ്ഞു, ഇനി അത് പോട്ടെ, പരിഗണിച്ചോ? എങ്ങനെ അവധിക്കാലത്ത് എങ്ങനെ കുട്ടീനെ പരിഗണിക്കുക? പരിഗണിച്ചത് ഏറിയിട്ടാണ് മാഷേ, അത് പറയണ്ട. പൊട്ടിക്കാൻ കുറേ ഉണ്ടാവും കേട്ടോ, കെട്ടിങ്ങോട്ട് പൊട്ടിക്കാൻ നിന്നാൽ പരാതിപ്പെട്ടി കടപട തന്നെ ചട്ടപ്പട്ട അങ്ങനെ പോയിട്ട് ഓനോട് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഓനോട് പറഞ്ഞപ്പോൾ ഒരു നോട്ടം നോക്കിയപ്പോൾ വെച്ചാൽ ഈറടിച്ചപ്പോൾ ഞാൻ ഓൻ അങ്ങനെ ആക്കി അതൊക്കെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ബസ്സിൽ നിന്ന് ഓൻ്റെ നോട്ടം കണ്ടുപോകണം, ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ രണ്ടാണ് പോയപ്പോൾ ഓനെ കടയിൽ നിന്ന് കണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഓനെ കൺഗ്രാജുലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഓൻ തന്നിട്ടില്ല. തന്നുകണോ? ഒരവസരം കൂടി തന്നിക്കണോ? ഒരവസരം കൂടി തന്നിട്ടില്ല. അവസരം തരാത്തതിന് കാരണം എന്താ? ഓനത് ശീലിച്ചു. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ നമ്മൾ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കൺഗ്രാജുലേഷൻ കൊടുക്കാൻ, അഭിനന്ദിക്കാൻ, പരിഗണിക്കാൻ അവസരം കൊടുക്കുന്ന വീടുകളുണ്ടെങ്കിൽ ഞാൻ പറയാണ്, അതിൻ്റെ റോളായിട്ട് പറയണത് എപ്പോഴും ബെസ്റ്റ് പാരൻ്റ് ആയിട്ടില്ലേ, നമ്മുടെ ഒരു സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞു പോണ വഴികളിൽ ഒരു മികച്ച രക്ഷിതാവ്, ഒരു മികച്ച പാരൻ്റ് എന്നുള്ള ലെവലിലേക്ക് നീങ്ങാനുള്ള റോളിലേക്ക് പോകാനുള്ള ആദ്യത്തെ അവസരം നിങ്ങളുടെ മക്കൾ ചെറുതാവട്ടെ വലുതാവട്ടെ, ഡിഗ്രിക്കാരനാവട്ടെ, ഡിഗ്രിക്കാരന് കൺഗ്രാജുലേറ്റ് ചെയ്യാം, അഭിനന്ദിക്കാം, പരിഗണിക്കാം. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ പരിഗണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനി നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, ക്ലാസ് റൂമുകളിലും ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനമാണ് പരിഗണന. അത് നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ ആ പരിഗണനയെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. പരിഗണിക്കുക.
ഞാൻ എപ്പോഴും നീറ്റായിട്ട് ചെയ്യുന്നൊരു സാധനമാണിത്. അവിടെ ഞാനിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എപ്പോഴും. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് ഏതെങ്കിലും കുട്ടിയെ പരിഗണിക്കാതെ വിട്ടുപോയോ? അതുകൊണ്ടാവാം നിങ്ങൾ നേരത്തെ നമ്മുടെ സാറ് സംസാരിച്ചതുപോലെ ഒരു ബെസ്റ്റ് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം. അതുപോലെ ബെസ്റ്റ് പാരൻ്റ് എന്നുള്ള നിലക്ക് നിങ്ങൾക്കും അംഗീകാരം കൊടുക്കേണ്ടി വരും, പരിഗണിക്കേണ്ടി വരും, കൺഗ്രാജുലേഷൻ കൊടുക്കേണ്ടി വരും. പരിഗണന കൊടുക്കണം, നിർബന്ധമായിട്ടും പരിഗണന കൊടുക്കണം. അത് ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരുടെ പരിഗണന കൊടുക്കണം. ഇന്നിപ്പോൾ അവധിക്കാലമാണ്, നമുക്കറിയാലോ. കോവിഡിൻ്റെ കാലം വന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. സിറ്റുവേഷൻ അങ്ങനെയാണ്, ഇക്കണോമിക്കൽ കണ്ടീഷനൊക്കെ ഭാഗമായിട്ട് വരും. പക്ഷേ ഇനി നമ്മൾ നാളെ അവനെ ഒന്ന് പരിഗണിക്കണമെന്ന് വിചാരിക്കട്ടോ. രക്ഷിതാവേ, അവനെ ഒന്ന് പരിഗണിക്കണമെന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ പരിഗണിക്കാൻ വേണ്ടിയിട്ട് നാളെ നമുക്ക് അവൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കണം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവില്ല. എന്താ അതിൻ്റെ ഒരു ചോയ എന്നെക്കൊണ്ടേ, അതാണ് പോകാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞോളി. ആ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ളൊരു ഭക്ഷണം വീട്ടിലുണ്ടാക്കണം. പരിഗണന കേട്ടോ. പരിഗണന എന്ന് പറയുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുമോൻ, ചെറിയ മോനോ നമ്മുടെ സോഫയിലൊക്കെ വന്നിട്ട് ഉമ്മി ഉപ്പിയൊക്കെ ഇങ്ങനെ സംസാരിച്ചൊരു തീരുമാനം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ചെറിയ കുഞ്ഞു കാര്യങ്ങളിലിങ്ങനെ വന്ന് നിന്നിട്ട് കേട്ടിട്ട് പറയുന്നത്, ഇപ്പം നമുക്കത് അല്ലെങ്കിൽ അച്ഛ നമുക്ക് അല്ലെങ്കിൽ അമ്മ നമുക്കത് ഉമ്മ ഇങ്ങനെ ചെയ്തൂടെ, അങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ വലിയ ആൾക്കാർ വർത്തമാനം പറയുന്നിടത്തൊന്നും ഇജ്ജ നിൽക്കാം, അവിടെ പോയിക്കാട്. അത് കഴിഞ്ഞു ശരി എന്നാ പോട്ടോ, അവൻ്റെ കഴിഞ്ഞു. പരിഗണന അവിടെയാണ്. അവൻ പറയട്ടെ, അവൻ പറയണ കാര്യങ്ങൾ കേൾവില്ലല്ലോ. കുട്ടികളെ കേൾക്കണുണ്ടോ? കുട്ടികളെ കേൾക്കണില്ലേ? കുട്ടി സംസാരിക്കട്ടെ. കുട്ടി സംസാരിച്ചാൽ, കുട്ടിയോട് സംസാരിച്ചാൽ ഒരു ഡിവൈസും വേണ്ട കുട്ടിക്ക്, ഒരു ഡിവൈസും വേണ്ട. കുട്ടീനോട് സംസാരിക്കാൻ നിൽക്ക്. അങ്ങനെ പിരാന്ത് അറിയാം, ഇതിനൊക്കെ ഇപ്പം ഞാൻ നേരമില്ല. പിരാന്ത് പറയട്ടെ. ഈ പിരാന്ത് എന്നുള്ള പ്രയോഗം ഞങ്ങളെ പ്രാദേശികമായിട്ടുള്ളൊരു പ്രയോഗമാണ്. പിരാന്ത് പറഞ്ഞാൽ എന്താ? പറയണ വലിയ സംഭവമായിക്കാൻ. വിമാനത്തിന് നമുക്ക് കയറിട്ട് പിടിച്ചൂടെ, അതിനിങ്ങോട്ട് വലിച്ചാൽ അങ്ങോട്ട് പോരൂലേ? അല്ലെങ്കിൽ കടലിൽ ഫുള്ളായിട്ട് നീന്തി കടന്നൂടെ? അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ? ഓൻ്റെ സംശയങ്ങളൊക്കെ ഓൻ്റെ സംസാരങ്ങളാണ്. ഓൻ്റെ കാഴ്ചപ്പാടുകളും ഓൻ്റെ കൗതുകങ്ങളൊക്കെ ഓൻ്റെ സംസാരങ്ങളാണ്. ഇന്നതൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നത്തെ കാര്യങ്ങൾ ടെക്നോളജിക്കലായിട്ടുള്ള സംശയങ്ങളേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ അങ്ങോട്ടാണ് ചോദിച്ചത്. ഇന്നത്തെ ഇതിൻ്റെ സൗണ്ട് കിട്ടണില്ലല്ലോ, എന്തേ ഇപ്പം ഇതിന് പറ്റിയാവോ? എനിക്കറിയണില്ല, ഇത് എന്തേ ഇപ്പം ഇങ്ങനെ, അത് അങ്ങോട്ട് കിട്ടണില്ല, ഇത് കിട്ടണില്ല. 4ാം ക്ലാസ്സുകാരനെ 3ാം ക്ലാസ്സുകാരനെ അങ്ങോട്ട് അടിയാണി അവിടെ. അത് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ അത് ചെയ്തിട്ട് ഇത് അങ്ങനെ ആക്കിയാൽ ഇത് ഇതിൻ്റെതാക്കി, അത് സിമ്പിൾ കഴിഞ്ഞു. റെഡി അല്ലേ അമ്മ? ഇത്രേ ഉള്ളൂ. ഞാൻ അതിപ്പോൾ വന്നിട്ട് വേണം മൊബൈലും കടിയിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇവിടെ റെഡിയാട്ടാ, ഇവിടെ സാധനം റെഡിയാണ്. അപ്പോൾ ഇതാണ് പരിഗണനയുടെ കാര്യത്തിൽ പറഞ്ഞത്. അവർ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറയും. പരിഗണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. രണ്ടാമതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി, എന്ത്? പ്രശംസിക്കുക, അഭിനന്ദിക്കുക. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേക്കാരം, വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേക്കാരം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതി, എന്നും എല്ലാവരും പറയണത് റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ റോൾ മോഡൽ എന്നുള്ളൊരു പോയിൻ്റ് കേട്ടോ. ഈ റോൾ മോഡൽ എന്നുള്ള പോയിൻ്റ് പറഞ്ഞാൽ പാരൻ്റ് ഒരു റോൾ മോഡലാണ്. ആ വീട്ടിൽ ആ കുട്ടി നല്ല രൂപത്തിൽ വളരാനുള്ള സാധ്യതകൾ 100% ഉണ്ടാവും. പാരൻ്റ് നല്ലൊരു റോൾ മോഡലാവുക. ഓന് മുന്നിൽ ശ്രീനാരായണ ഗുരു അല്ല റോൾ മോഡൽ. ഓൻ്റെ മുന്നിൽ അവർ പറയണ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരോ സോഷ്യൽ റിഫോമേഴ്സോ ഒന്നുമല്ല നല്ല റോൾ മോഡൽ. അവൻ്റെ മുന്നിൽ നല്ല സാഹിത്യകാരന്മാരല്ല റോൾ മോഡൽ. അവൻ്റെ മുന്നിൽ മറ്റ് കഥാപാത്രങ്ങളൊന്നുമല്ല റോൾ മോഡൽ. അവൻ്റെ മുന്നിലുള്ള റോൾ മോഡൽ ആരാ എന്ന് ചോദിച്ചാൽ നിഷ്പ്രയാസം ആര് ചെന്ന് ചോദിച്ചാലും എൻ്റെ റോൾ മോഡൽ ആരാടാ? എൻ്റെ റോൾ മോഡൽ മൈ ഫാദർ, മൈ മദർ എന്ന്. പെൺകുട്ടിയാണെങ്കിൽ മദറോ പാരൻ്റ് ആരെയും പറയാം. മക്കളങ്ങനെ നമ്മളെ പേര് എവിടെയെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് നല്ല ഒരു സംവിധാനം, സിസ്റ്റം കുട്ടികൾക്കിടയിൽ ഉണ്ടാവണം. സിമ്പിൾ, വളരെ സിമ്പിളാണ്. നമുക്ക് കുട്ടികളൊക്കെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. അത് നിങ്ങൾക്ക് ഒന്നുണ്ടായിട്ടാണ്. അങ്ങനെ അറിയാം, നിങ്ങൾക്ക് ഒന്നല്ലേ ഉള്ളൂ.
ഒരു 4-5 ഉണ്ടാവട്ടെ, ഒരു 3-4 കുടിയിലുണ്ടാവട്ടെ. അപ്പം നിങ്ങളെ ഈ പാരൻറ്റിങ്ങും നിങ്ങളെ ഈ അങ്ങനെ ഇങ്ങനെ പറിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല നമ്മൾ ആദ്യം ഇനി ആദ്യത്തെ കുട്ടിയിൽ നിന്ന് നമ്മളിങ്ങനെ ക്യാച്ച് ചെയ്ത് പോകുന്നു. താഴെ ഒരു മകനുണ്ടാവുന്നു അല്ലെങ്കിൽ മകളുണ്ടാവുന്നു. ആ കുട്ടിയും ഇത് വളർന്നു വരുന്നു. ഇത്തായോടുള്ള മനോഭാവം, കുട്ടിക്ക് വീട്ടിലുള്ള മനോഭാവം, അവരോടുള്ള സമീപനങ്ങൾ, ഇതൊക്കെ ഈ കുട്ടിയും മനസ്സിലാക്കണോ. ഈ കുട്ടിക്ക് അറിയാം എൻ്റെ ഇത്താത്ത അല്ലെങ്കിൽ എൻ്റെ ഇക്കാക്ക അനുസരണയോട് കൂടിയിട്ടാണ് വളരുന്നത്. അപ്പം ഞാനും ഈ വീട്ടിൽ ആ രൂപത്തിൽ തന്നെയാണ് വളർന്നു പോവുക. എനിക്കും അതേപോലത്തെ പരിഗണന കിട്ടും, എനിക്കും അതേപോലെ തന്നെ പ്രശംസ കിട്ടും. ഞാൻ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനൊക്കെ തയ്യാറായിട്ട് ഓരോ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ശരിക്കും വരുന്ന പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഉത്തമ മാതൃകയെ മുന്നിൽ കാണുക എന്നുള്ളതാണ്. ഈ ഉത്തമ മാതൃകയെ സൃഷ്ടിക്കപ്പെടേണ്ടത് ആരാണ്? ഉത്തമ മാതൃകയെ സൃഷ്ടിക്കപ്പെടാൻ അല്ലെങ്കിൽ വീട്ടിലെത്തിക്കാൻ ഒരു ഓഫറും കിട്ടൂല, ഒരു ഷോപ്പിംഗ് മാളിലും പോവില്ല, ഒരാളെയും പോയിട്ട് കാണാൻ പറ്റില്ല. ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മുടെ കയ്യിൽ ലേബർ മുറിയിൽ നിന്ന് ഇങ്ങനെ തരുന്ന സമയത്ത് ഇതിനെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാലില്ലല്ലോ. പിന്നെ ജീവിതമാണ് ഓപ്ഷനുകൾ ജീവിതത്തിലേക്ക് വരികയാണ്. വണ്ടികൾക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്, കാറുകൾക്ക്, പിന്നെ കുറേ ഉപകരണങ്ങൾക്കൊക്കെ പല ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഫുൾ ഓപ്ഷൻസ് ഉള്ള വണ്ടിയാണ്. അങ്ങനെ പറഞ്ഞാൽ ഇത് ഫുൾ ഓപ്ഷൻസ് ഉള്ള കുട്ടിയാണ് ഇതാ പുടിച്ചോളി എന്ന് പറഞ്ഞാൽ നൈസ് തരലുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഉണ്ടായിക്കണോ? ഇത് ഫുൾ ഓപ്ഷനാണ്, ഇത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഇതിന് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഇതിനുണ്ടല്ലോ ഇത് ഫുള്ളായിട്ട് ക്യാച്ച് ചെയ്യും, ഭയങ്കര ബ്രെയിനാണ് ഇതിന്. അതങ്ങനെ ഇങ്ങനെ നമ്മൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളറിയണമെന്നുണ്ടെങ്കിൽ നമ്മളപ്പം ജീവിക്കുക വേണ്ടേ. എന്ന് 6-ാം മാസം മുതൽ നമ്മളങ്ങനെ ഗർഭപാത്രത്തിലുള്ള 6-ാം മാസം തൊട്ട് നമ്മളങ്ങനെ സൂക്ഷ്മം വീക്ഷിക്കുന്ന ആളാണ്. നമ്മുടെ ഭക്ഷണമാണ്, നമ്മൾ ഉമ്മ കഴിക്കുന്ന ഭക്ഷണമാണ് അവൻ്റെ ഭക്ഷണം അല്ലേ. ഭയങ്കരമാണ്. ഞാൻ ഈ കുട്ടികളോട് എപ്പോഴും പറയും, നിങ്ങളിപ്പോൾ ഇങ്ങനെ പൗഡറും അതേപോലെ തന്നെ മേക്കപ്പൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ കാര്യം ആലോചിക്കണം കേട്ടോ. നിങ്ങളെ ഉമ്മാൻ്റെ വയറ്റിൽ ഗർഭപാത്രത്തിൽ നിൽക്കുന്ന സമയത്ത്, നിങ്ങൾ ആ ഗർഭപാത്രത്തിൽ നിൽക്കുന്ന സമയത്ത് അതിലുണ്ടാവുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ലിക്വിഡ് അവിടെ ഉണ്ടാണ്. ആ ലിക്വിഡ് നമ്മൾ തന്നെ മലമൂത്ര വിസർജനം നടത്തിയ ലിക്വിഡാണ്. പിന്നെ നമുക്ക് എന്ത് വേണം? വെള്ളം കുടിക്കണമല്ലോ. ആ മലമൂത്ര വിസർജനം നടത്തിയിട്ടുള്ള ലിക്വിഡ് തന്നെയാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്? കുടിക്കണത്. നിങ്ങൾ പെയ്ക്കാണേ, ഇതിപ്പോൾ ആരെയും കുടിച്ചാൽ നിൽക്കല്ലേ. എന്നോട് കുട്ടികൾ പറയും. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാടാ, അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിലായിരുന്നു നമ്മൾ. അങ്ങനെയാണ് നമ്മൾ അവരുടെ പ്രയാസം ഏറിയിട്ടുള്ള പ്രസവത്തിന് ശേഷം നമ്മുടെ കൈകളിൽ കിട്ടുമ്പോൾ ഫുൾ ഓപ്ഷൻ, എല്ലാ കണ്ടീഷനും ഓക്കെയാണ്. ഇത് നല്ല അനുസരണമുള്ള കുട്ടിയാണ് കേട്ടോ, ഇത് നന്നായിട്ട് പഠിക്കണ കുട്ടിയാവും കേട്ടോ, ഇതിന് മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം കേട്ടോ, ഇതിന് അങ്ങനെ ആവട്ടോ ഇങ്ങനെ ആവട്ടോ എന്നൊന്നും പറഞ്ഞിട്ട് കിട്ടൂല. ഉണ്ടാ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാ? അങ്ങനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടാ? ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റ് സ്കാൻ ചെയ്തിക്കാണ്ട് ഇത് ഗംഭീരാവട്ടോ, ഇത് അങ്ങനെ ആവട്ടോ, ഇത് പൊളിക്കട്ടോ, ഇത് നിങ്ങൾ സ്കൂളിൽ മൊമെൻ്റ് അടിച്ച് കുഴങ്ങോട്ടോ, അങ്ങനെ പറയലുണ്ടോ? ഇതിന് മൊമെൻ്റ് അടിക്കണം, അഭിനന്ദിച്ചാൽ വേണ്ടിയിട്ടേ മൊമെൻ്റ് അടിച്ച് ഇതിൻ്റെ പേരിൽ എവിടെയില്ല. പാരൻറ്റിങ് ആണ് വ്യക്തമായിട്ട് ആ കുട്ടിയെ, കൃത്യമായിട്ട് ആ കുട്ടിയെ കൊണ്ടുപോകുന്നത്. റോൾ മോഡലാണ്, റോളാണ്. നിങ്ങളെ റോളെന്താ? ഇതൊക്കെ നമുക്ക് നടക്കണം. ഇത് ഓപ്ഷൻ ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ഓപ്ഷനും ഇല്ലാതെ കിട്ടിയൊരു സാധനം ഒരു കുട്ടിയാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ എത്ര ആയിക്കോട്ടെ. ഞാൻ എണ്ണത്തിലേക്കൊന്നും ഞാൻ പോകണില്ല. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവരുടെ തീരുമാനം. പക്ഷേ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിക്ക് പരിഗണന കൊടുക്കേണ്ട അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ട, അവർക്കൊരു അർഹമായ പ്രാധാന്യം കൊടുക്കുന്ന സംഭവ വികാസങ്ങൾ, സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടോ? അതാണ് ചോദ്യം. ഉണ്ടോ? ഞാൻ ഇപ്പോൾ പറയാം, അവധിക്കാലത്തിന് ഒരു പേടിങ്ങൾ പേടിക്കേണ്ട. അവധിക്കാലത്തെ പാരൻറ്റിങ്ങോ അല്ലെങ്കിൽ അവധിക്കാലമല്ലാത്ത പാരൻറ്റിങ്ങോലൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ. പക്ഷേ ഇതുവരെ ഇല്ല. ഞാനൊക്കെ എപ്പോഴും കടിച്ച് കീറുന്ന സ്വഭാവമാണ്. അതിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് മാഷെ, അല്ലാണ്ടൊന്നുമില്ല കേട്ടോ. സാഹചര്യങ്ങൾ കൊണ്ടാണ്. എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും, ഞാൻ എന്തേലും ഇടങ്ങാറായി. എന്താണ് ഇടങ്ങാറ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, ആ ഗ്രൂപ്പിൽ ഇട്ടിക്കാണ്ട് ഇങ്ങനെ
എന്താടി അതിന് കാട്ടുണ്ട്, മറ്റേ അതെന്തായി ഇതെന്തായി എന്ന് പറയുന്നത് കുടുംബ സംസാരങ്ങളും കുശലാന്വേഷണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വലിയ പ്രാധാന്യമുള്ളതൊന്നുമല്ല കേട്ടോ. നിങ്ങളവിടെ പങ്കെടുത്തില്ല എന്നല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം തകരുന്നില്ല. ചില ആൾക്കാർ അങ്ങനെ വിചാരിച്ചുകൊണ്ട് എന്ത് ഞാൻ ഇപ്പോൾ ഇത് വാട്സപ്പിൽ എൻ്റെ കുട്ടി അവിടെ വന്ന് കാണുക ഇമ്മ ഇമ്മ അമ്മ അമ്മ 6 വിളി വിളിച്ചാലും ഇതളകൂല, ഇത് മരമാണ്. എന്നിട്ട് ഓനാണ് കുറ്റം പറയണത്. മൊബൈൽ മാൻ നിന്നാൽ ഈ ചെറുക്കൻ്റെ ഒരു വിവരവും ഇല്ല. എന്താ ഇപ്പോൾ വർത്താനം എന്ന് പറയും. ഓൻ അങ്ങനെ തന്നെ ആൾ വന്നിക്കണോ വിരുന്നേര് വന്നിക്കണോ അവിടെ ഇരിക്കുക, സോഫയിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ കൊണ്ട് ഇട്ട മാതിരിയാണ്. ആരാ പറയണേ? 6 വട്ടം വിളിച്ചിട്ട് വിളി കേൾക്കാഞ്ഞിട്ട് ആ വിളി കേൾക്കാഞ്ഞിട്ട് എന്താ താടാ ഒരു തൊഴിൽ കുറച്ച് നേരം പണിയൊക്കെ കഴിഞ്ഞൊന്ന് ദിമ്മ കളിച്ചിട്ട് വിചാരിച്ചാൽ അപ്പോൾ ഒന്ന് കാണും ഇങ്ങനെ മാറാക്കാൻ വേണ്ടിയിട്ട് എന്നാ പോയിരുന്ന എന്നൊക്കെ പറഞ്ഞാണ്ട് 2 ഒച്ചക്കെട്ടിക്കാണ്ട് കഴിഞ്ഞു. ഒരു കാര്യം പറയാൻ വരില്ല കേട്ടോ. നല്ല കാര്യം പറയാം. നമ്മൾ വീട്ടിലെ ചാമ്പക്ക മരത്തിൻ്റെ അല്ലേ അതിമക്കൊരു പൂച്ച കയറിക്കാണ്ട് ഒരു കിളിനെ പിടിച്ചിക്കാണ്ടില്ലേ അതിനേറ്റ് അതൊക്കെ ചെറിയ വിഷയങ്ങൾ ഒന്ന് പറയാണ് കേട്ടോ. ആ വിഷയങ്ങൾ കേൾക്കാനില്ല. ചാമ്പക്ക മരം പറയാൻ പിന്നെ അവന് പറ്റിയിട്ടില്ല, പൂച്ച കയറിയത് പറയാൻ പറ്റിയിട്ടില്ല, കിളിനെ പിടിച്ചത് പറയാൻ പറ്റണില്ല. പറ്റാത്തന്തേ തൊണ്ടി തറുന്ന സമയത്താണ് വന്ന് ചോദിച്ചത്. അതാ പറയണത്, കുട്ടികൾക്ക് പരിഗണന കൊടുത്തില്ലെങ്കിൽ അവർ നമുക്കും പരിഗണന തരില്ല. കർമ്മഫലം അല്ലേ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അവർക്ക് പരിഗണന കൊടുത്തില്ല, പ്രശംസ കൊടുത്തില്ല. നമ്മളൊക്കെ ശരിക്കും ആദരിക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനെ കേൾക്കുന്ന കുറേ സ്റ്റോറികളുണ്ട്, നല്ല നല്ല സ്റ്റോറികൾ കേൾക്കും. ഞാൻ ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, ഞാൻ ഈ കുട്ടികളോട് സംസാരിക്കുന്ന നല്ല കഥകൾ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ കഥകൾ പറയുന്ന സമയത്ത് നല്ല സ്റ്റോറികളൊക്കെ കേട്ടപ്പോൾ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് കേട്ടോ. ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രവാചകനെ എപ്പോഴും വീടിൻ്റെ ഉമ്മറപ്പടികളിലൊക്കെ ഇരുന്നിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ ചെറിയ മക്കൾ, അവരുടെ അനുയായികളായിട്ടുള്ള ആളുകളൊക്കെ വരും. ഞാൻ നിങ്ങൾക്ക് തിരിയണ ഭാഷയിൽ പറയണം, എല്ലാവർക്കും തിരിയണ ഭാഷയിൽ പറയണം. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഫാത്തിമ, അദ്ദേഹത്തിൻ്റെ മകളാണ് ഫാത്തിമ, അവരുടെ മകളായിട്ടുള്ള ഫാത്തിമ വീട്ടിലേക്ക് വരും. കല്യാണം കഴിച്ച കൊടുത്തുനിന്ന് ഇങ്ങോട്ട് വരികയാണ്. ആരെ കാണാം? പാനെ കാണാം. ഇത് വലിയ പോയിൻ്റ് കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്താപ്പോൾ അതിൽ വലിയ സംഭവം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട സമയത്താണ് നമ്മളെ പരീക്കൊക്കെ കയറിയല്ലേ ക്ലാസ് എടുത്തൊക്കെ നമ്മളെന്തെങ്കിലും തേങ്ങൻ്റെ കണക്കും മാങ്ങൻ്റെ കണക്കും മറ്റേ കണക്കൊക്കെ എടുക്കണ നേരത്തേക്കാരും ആര് വരിക? മൂസിനെ നമ്മളെ വീട്ടിലേക്ക് വരിക. മകൾ വരുന്ന സമയത്ത് നമ്മൾ അപ്പോഴും അതിലാണ് എൻഗേജഡ് ആണെങ്കിൽ, ഇവിടെ മുഹമ്മദ് നബി ഇതേപോലെ മകൾ കടന്നു വരുന്ന സമയത്ത് മുഹമ്മദ് നബി ക്ലാസ് ഒന്ന് നിർത്തി വെക്കും അത്രേ. ക്ലാസ് നിർത്തി വെച്ചതിന് ശേഷം അകത്തേക്ക് പോകും അത്രേ. അകത്തേക്ക് പോയതിന് ശേഷം ചോദിക്കും, അവളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക. എപ്പോഴാണ് പാൻകുട്ടി വന്നത്, അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടോ. എങ്ങനെ വന്ന് ആരെ എന്നെ ആക്കി തന്നു എന്നൊക്കെ ചോദിക്കണ പോലെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട്, എന്നിട്ട് ഈ കുട്ടിയുടെ പെർമിഷൻ, ഫാത്തിമ കുറച്ച് മുതിർന്ന പെൺകുട്ടിയാണ്, കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണ്. എന്നിട്ട് ചോദിക്കും അത്രേ. എന്താ ചോദിക്കുക? എന്നാൽ നിങ്ങൾ അവിടെ വർത്താനം പറഞ്ഞിരിക്കട്ടോ, ഞാൻ ഈ ക്ലാസ് ഒന്ന് വാപ്പ ഈ ക്ലാസ് ഒന്ന് എന്ത് ചെയ്യട്ടെ, മുഴുവനാക്കട്ടെ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, വൈൻഡപ്പ് ചെയ്യട്ടെ, നിങ്ങൾ എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് ആ കുട്ടിയുടെ പെർമിഷൻ വാങ്ങിയിട്ടാണ് ആര് ക്ലാസ് എടുക്കുന്നത്? അടുത്ത ക്ലാസ് മുഹമ്മദ് നബി അവരുടെ അനുയായികൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഓരോ പുരുഷരും ഞാൻ പറയുന്ന ചരിത്രത്തിലും വളരെ പ്രാധാന്യത്തോടു കൂടി, ഞാൻ എപ്പോഴും പറയണത്, നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള കുറേ കഥകളുണ്ട്. ആ കഥകൾ പറയണ്ട എന്ന് കരുതിയിട്ടാണ്. തോമസ് ആൽവ എഡിസൻ്റെ കഥകൾ സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഒരു പാരൻ്റ് എന്നുള്ള നിലക്ക് ആ രക്ഷിതാവ് ഇടപെട്ടതും, ആ രക്ഷിതാവ് അവരുടെ ജീവിതത്തിൽ ആ കുഞ്ഞിന് വിജയമുണ്ടാവണമെന്ന് കരുതിയിട്ട് ടീച്ചർ കൊടുത്തയച്ച കത്ത് തൻ്റെ പെട്ടിയിൽ സൂക്ഷിച്ച് തൻ്റെ കുട്ടിയെക്കുറിച്ചിട്ടുള്ള മോശമായ അഭിപ്രായം, ആ അഭിപ്രായം ആ കുട്ടിയെ തളർത്തുന്നതാണ് 100% ഉറപ്പുള്ള ആ കുട്ടിയുടെ അമ്മ ആ കത്തെടുത്ത് വെച്ചിട്ട് പറയണം, എന്താ അമ്മ കത്തിൽ എഴുതിയിട്ടുള്ളത്? ആ കത്തിൽ എഴുതിയ കാര്യം പോലും വായിക്കാൻ പോലും അറിയാത്ത, വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത്, അതൊന്നുമില്ല, നിന്നെക്കുറിച്ച് പറഞ്ഞതാണ്, നിന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സൊന്നും അവിടെ ഇല്ല, കാരണം നിനക്ക് ഭയങ്കര അറിവാണ്. ഈ അതിനേക്കാൾ അറിവുള്ള ഒരു അധ്യാപികയോ അധ്യാപകന്മാരോ അവിടെ ഇല്ല കുട്ടിയെ, അധ്യാപകർ അവിടെ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് പഠിച്ച് ഈ അമ്മയുടെ കാലശേഷം നോക്കണേ, ഒരു കുട്ടിയെ തളർത്തില്ല. നമ്മുടെ അടുത്തൊക്കെ വന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമ്മൾ കുറ്റം പറയാനായിട്ട് മീറ്റിങ്ങിന് വേണം കുറേ ആൾക്കാർ. പൊന്നാര മാഷേ കളിന്നെ എന്നെക്കൊണ്ട് വജൂല. ബുക്കൊന്നും എടുക്കാൻ പറഞ്ഞാൽ 1/2 മണിക്കൂർ എടുക്കാൻ പറഞ്ഞാൽ 1/4 മണിക്കൂർ ഇങ്ങനെ വെറുതെ വായിച്ച് ഞാൻ വായിച്ചുകൊണ്ട് ഒരു കുതിരാക്കല.
ഞാൻ കൊളോക്കിയലായിട്ടുള്ള ലാംഗ്വേജ് പറയാം കേട്ടോ. ഒരു കുതിരാക്കര കുറച്ചാൻ കഴിഞ്ഞാൽ ഓനോ അവൻ്റെ പണിക്കാണ് 10 മിനിറ്റും കൂടി അവന് ഇതിന് നിൽക്കാൻ കഴിയണില്ല. നമ്മൾ പറയണതാണ്, നിങ്ങളെത്തേലൊന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലോ തച്ചുകൊണ്ട് അങ്ങനെ ആക്കിക്കോണ്ടി ഇങ്ങനെ ആക്കിക്കോണ്ടി എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് രക്ഷിതാവ് മീറ്റിങ്ങിന് വരുന്നതും കുറ്റം പറയാനാണ്. എല്ലാവരും ഞാൻ പറയണില്ല കേട്ടോ. 80% മികച്ച പാരൻറ്റിങ് നടത്തിയ കുട്ടിക്ക് ആ കുട്ടിയെ കുറ്റം പറയാനുണ്ടാവില്ല, ആ കുട്ടിയുടെ നന്മകൾ പറയാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അവർക്ക് പരിഗണന കൊടുക്കുന്നതിനനുസരിച്ച്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് നബിയുടെ ആ ഒരു കാലഘട്ടത്തെ കഥ. അതിനുശേഷം വന്ന തോമസ് ആൽവ എഡിസൻ്റെ കഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആ കഥയിൽ പറയണത് അവസാനം അമ്മ മരിച്ചതിന് ശേഷം അന്ന് ഇയാൾ അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റായി, ശാസ്ത്രജ്ഞനായി. അദ്ദേഹം മികച്ച ഒരു ലോകപ്രസിദ്ധനായ ഒരാളായി മാറി. ആ ആളായി മാറിയതിന് ശേഷം ഈ പെട്ടി തുറക്കുകയാണ് അമ്മയുടെ മുറിയിൽ. അമ്മയില്ലാത്ത ഏകാന്തമായ മുറിയിൽ കട്ടിലിലേക്കൊക്കെ നോക്കിയിട്ട് വിതുമ്പി അവൻ ചെന്നിട്ട് അമ്മയുടെ അലമാര തുറന്നിട്ട് ആ ബോക്സ് എടുത്തിട്ട് ആ കത്തെടുത്തിട്ട് നോക്കുമ്പോൾ ആ കത്തിൽ എഴുതിയ പദങ്ങൾ എന്തായിരുന്നു അറിയോ? അമ്മ തളർന്നു പോകുന്നൊരു എഴുത്താണ്. കുട്ടി വായിച്ചാൽ, കുട്ടി അറിഞ്ഞാൽ അതിനേക്കാൾ തളർന്നു പോകുന്ന എഴുത്താണ്. പക്ഷേ അത് വായിച്ചപ്പോഴാണ് ആ അത്രമേൽ സങ്കടകരമായ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത പോലും ആ മകനോട് പങ്കുവെക്കാതെ അതിന് വിപരീതമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് അവനെ തിരിച്ചു കൊണ്ടുവന്ന് ലോകപ്രശസ്തനായ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ ഒരു ശാസ്ത്രജ്ഞനാക്കി മാറ്റാൻ ആരെക്കൊണ്ട് കഴിഞ്ഞു? ഈ പറയണ എഡിസൻ്റെ അമ്മയെക്കൊണ്ട് കഴിഞ്ഞു. പാരൻറ്റിങ്, തന്ത്രപരമായിട്ടുള്ള പാരൻറ്റിങ്, അതന്നെ തന്ത്രപരമായിട്ടുള്ള പാരൻറ്റിങ് ആണ് അവിടെ നടന്നത്. ഇങ്ങനെയാണ് ശരിക്ക് ഞാനൊരു സൂചന തന്നതാണ്. അപ്പം നമ്മളെ മനസ്സിൽ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഫക്റ്റീവായിട്ടുള്ള പാരൻറ്റിങ്ങിൽ വലിയ റോളുണ്ട്. ഉദാഹരണ സഹിതം പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. വലിയ റോളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ചെയ്യുന്ന സമയത്ത് നമ്മളും കൂടി നിൽക്കണം. വെക്കേഷനല്ലേ, പല കാര്യങ്ങളിലും നമുക്ക് അവരുടെ പങ്കാളിത്തം ആവശ്യപ്പെടാം. പൊന്നാരമനെ ഇതിലൊന്ന് ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ചോദിച്ച് ചെറിയ കുട്ടികൾ വരും. ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാനും വരട്ടെ, എനിക്ക് ആ ഒരു ഉണ്ട തരുമോ, മാവിൻ്റെ ഒരു ഉണ്ട തരുമോ, അവിടെ ഉണ്ടാക്കി ഓളെ ചപ്പാത്തി അവൾ പരത്തട്ടെ. അത് നിങ്ങൾ തിന്നണ്ട. കാരണം എല്ലായിടത്തിട്ടുകാണ്ട് വരട്ടി ഉണ്ടാക്കി അവിടെയും ഇവിടെയൊക്കെ തോണ്ടി വന്ന് പിന്നെയും മണ്ണുകൊണ്ടൊക്കെ അത് നിങ്ങൾ തിന്നണ്ട, അത് അവൾ തിന്നും വേണ്ട. പക്ഷെ അതിൽ പങ്കാളിത്തം കൊടുക്കണം. എനിക്ക് റോളുണ്ട് എന്നിട്ട് മുട്ടുന്നാണ്ട് മാറിന്നാ എനിക്ക് കുറേ പണിയുണ്ട്. അടുക്കളയിൽ ഇത് എന്താ പറയുക ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് തട്ടി തടയാൻ വേണ്ടിയിട്ട് ഒരു സാധനം വന്നിട്ട് പോയി അപ്പുറത്ത് പോയിരുന്ന് കളിച്ചോ, അവിടെ പോയിരുന്ന് കളിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെക്കേഷനാട്ടോ. അവധിക്കാലത്ത് ഇങ്ങനത്തെ കുറേ വരാണ്ട്. നല്ലോണം പണിയെടുക്കാനുള്ള, ജോലി ചെയ്യാനും ഉമ്മാനെ സഹായിക്കാനൊക്കെ ഉള്ള പൂതി ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയലുണ്ട്, ചിലപ്പോൾ നമ്മുടെ കൂടെ വാഷിങ്ങിന് വരും, അലക്കാൻ വരുന്ന സമയത്ത് ഓളെ വസ്ത്രങ്ങളെ കല്ലിലിട്ടിട്ട് സോപ്പൊക്കെ തേച്ചിട്ട് വെറുതെ നമ്മളെ പോലെ ഇങ്ങനെ അഭിനയിക്കണമൊക്കെ ഉണ്ടാവും. ചെയ്യട്ടെ, നിങ്ങളെ കുളി കഴിയോളം, നിങ്ങളെ തിരുമ്പൽ കഴിയോളം അവിടെ അത് ചെയ്യട്ടെ. ചെറിയ മക്കളുള്ള വീട്ടിലത്തെ കാര്യമായിട്ടാണ് പറയണത്. മറ്റൊരു ഓൾ തന്നെ തിരുമ്പി കിട്ടിയ വലിയ ഇട്ടല്ല, അങ്ങനെയുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു പരിഗണനയാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇത് റോളാണ്. ചിലപ്പോൾ പയർ പൊട്ടിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അവരിതിലേക്ക് വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് പരത്തേ എന്തെങ്കിലും ആട്ടെ, അതും ശരിക്കൊരു ടീച്ചിങ്ങാണ്. അത് വൃത്തിയോടെ ചെയ്യണമെന്ന് പറയുന്നത് ഒരു ടീച്ചിങ്ങാണ്. അവർ ഉപയോഗിക്കുന്ന സാധനം എടുക്കണ്ട, നമ്മൾ എടുക്കണ്ട. പക്ഷെ അത് എടുത്ത പോലെ നമ്മൾ അവരെ മുന്നിൽ കാണിക്കന്നെ വേണം. ഇല്ലെങ്കിൽ പരിഗണന നമ്മൾ വിചാരിച്ച പോലെ ആവില്ല. അത് മാറ്റിയിടണം, ഒഴിവാക്കണം. അതുപോലെ പരത്തിയത് അവർ ശരിയാക്കട്ടെ. ഞാൻ എപ്പോഴും പറയണം, എൻ്റെ വീട്ടിൽ എപ്പോഴും പറയുന്ന സംഗതി, ഞാൻ ആ ഒരു എന്താ പറയുക, ഇന്ന് ഏറ്റവും കൂടുതലും നമ്മുടെ ഭരണാധികാരികളൊക്കെ ആശങ്കപ്പെടുന്നൊരു സംഗതിയുണ്ട്, ഈ ഡിജിറ്റൽ അഡിക്ഷൻ. ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയണമെന്നാണ്. ഈ അവധിക്കാലത്ത് ഏറ്റവും കൂടുതൽ കൊറോണ കാലത്ത് നമ്മുടെ മക്കളുണ്ടാക്കിയ ഡിജിറ്റൽ അഡിക്ഷൻ ഇന്നും തുടരുന്നുണ്ട്. ഞാനതിനെ പരിപൂർണമായിട്ട് നിർത്താനൊന്നും ഇനി ആരെക്കൊണ്ടും കഴിയില്ല. അങ്ങനെ നിർത്തുന്നവനെ വിളിച്ചിട്ട് നോബൽ സമ്മാനം കൊടുക്കും. പരിപൂർണമായിട്ട് നിർത്താനൊരു രക്ഷിതാവിന് നിന്ന് കഴിഞ്ഞാൽ അയാളെ വിളിച്ചിട്ട് നമ്മുടെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വർഷത്തെ നോബൽ സമ്മാനം ഇതിന് കൊടുക്കും. അതെന്തിനാ? അത് കഴിയാത്തൊരു കാലത്താണ് ആൽഫ ജനറേഷനിലുള്ള മക്കൾ, നിങ്ങൾക്കറിയാലോ, പുതിയ ജനറേഷൻ ഈ 2025 കൂടിയിട്ട് രൂപപ്പെട്ട് കഴിഞ്ഞു. ആദ്യത്തെ എഡിഷനിലുള്ള കുട്ടികളൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അവരുടെ ജനനം പൂർത്തിയായിട്ട് ജനിച്ചു. അപ്പോൾ ഈ എഡിഷൻസ് മാറി. ആരുടെ കാലത്താണ്? 10 മിനിറ്റ്
നമ്മളൊക്കെ ഫോണില്ലേ, ഫോണൊക്കെ വെച്ച് നമ്മൾ നെറ്റൊക്കെ ഓഫാക്കിയിട്ട് നമ്മൾ കിടക്കും. ചില ആളുകൾ ഫോണിൽ കണ്ടിട്ട് കിടക്കും അല്ലേ, ചില ആളുകൾ അങ്ങനെ ഉറങ്ങി വീഴും, അതൊക്കെ വേറെ വിഷയം. ചില ആൾ കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, അതിരാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ വേഗം എടുക്കുന്നത് എന്താ, ആ ഫോൺ നോക്കും. അതിങ്ങനെ തപ്പിയിട്ട് എവിടെ ഇപ്പം കാണുന്നില്ലല്ലോ, ചിലപ്പോൾ അത് ചാടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തലയണേൻ്റെ അടിയിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതപ്പിൻ്റെ ഷീറ്റിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടാവാം. അതൊക്കെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നോക്കിയിട്ട്, അതാണ് നമ്മൾ നോക്കണേ. ആര് 30, 35, 40, 45, 25, 28 ഒക്കെ ഉള്ള ആളുകൾ, ആ വയസ്സുള്ള ആളുകൾ വന്നിട്ട് അതിൽ വന്ന മെസ്സേജുകളാണ് നോക്കുന്നത്. ഈ ഒരു ത്വര ഉള്ള, ഇങ്ങനെ ഒരു ത്വരയുള്ള നമ്മളാണ് ആരെ കൺട്രോൾ ചെയ്യേണ്ടത്? ആരെ കൺട്രോൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഫോണൊന്നും തരുമോ? ഇപ്പം തരാം. ഇപ്പപ്പന്മാർ, ഇമ്മമ്മമാർ, അതായത് മുത്തശ്ശന്മാർ, അവർ യൂസ് ചെയ്യുന്ന ഫോണുകളൊക്കെ യൂസിങ് കുറവാണ്. ആ യൂസിങ് കുറവുള്ള ഫോണാണ് അവനാവശ്യം. അമ്മ വന്നാൽ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ, അങ്കിള് വന്നാൽ, നേമ വന്നാൽ, ഓലൊക്കെ ഫോണ് കയ്യിലേക്ക് കിട്ടാനാണ് ചെറിയ കുട്ടികളുടെ വലിയ ത്വര. ആ ഒരു ത്വര നമുക്ക് ഉണ്ടാവൂലേ, കുട്ടികൾക്ക് ഉണ്ടാവൂലോ. കാരണം നമുക്കിത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ജനറേഷൻ വേറെയാണ്. ജനറേഷനിൽ പെട്ട നമുക്ക് ഇതെന്തിനു സാധിക്കണില്ല? ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെയാണ് ഇതിൻ്റെ സ്ക്രീനിൻ്റെ വെളിച്ചത്തേക്ക് വീണൊരു കുട്ടി, ഇതിൻ്റെ വെളിച്ചത്തിലേക്ക് വീണ് ആദ്യം തന്നെ മഞ്ഞുണ്ട് പറഞ്ഞാൽ ഞാനൊക്കെ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ, അതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് അറിയണ പരമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ടാണ്. മഞ്ഞുണ്ട് പറഞ്ഞാൽ ലൈറ്റ് അടിച്ചിട്ട് പരിപാടിയുണ്ട്. ആ ലൈറ്റ് കണ്ടിട്ടാണ് ഈ കുട്ടി വന്നിക്കണത്. സ്ക്രീൻ വെളിച്ചത്തിന് സമാനമായ ഒരു വെളിച്ചമാണ് ഈ മഞ്ഞുണ്ട് പറഞ്ഞാൽ ഹോസ്പിറ്റലുകൾ പ്രത്യേകമായിട്ട് ചെറിയ കൂട്ടിലിട്ട് കൊടുക്കുന്നത്. ആ വെളിച്ചം കിട്ടിയ സ്ക്രീൻ, അങ്ങനെ കണ്ണ് തുറക്കണ കുട്ടിക്ക് ആ സ്ക്രീൻ വെളിച്ചം പോലെയാണ് ശരിക്കും ഇന്ന് മൊബൈലിൻ്റെ വെളിച്ചം. നമ്മൾ തന്നെയാണ് കേട്ടോ അഡിക്ഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു കൺട്രോള് രക്ഷിതാക്കൾ വേണം. ആൽഫ എഡിഷനാണ്, മറ്റേ എഡിഷനാണ്, ഈ എഡിഷനാണ്, ഇതിന് ഇനിയിപ്പോൾ കൊടുത്തില്ലെങ്കിൽ അങ്ങനെയാണെന്നൊന്നുമില്ല. കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ മികച്ച പാരൻ്റ് എന്നുള്ള നിലക്ക് കഴിയണം. ഞാനതിൽ വിജയിക്കാറുണ്ട് ഇതുവരെ. 4 വയസ്സുകാരിയുടെ ബുദ്ധിക്കനുസരിച്ച് ഇതുവരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് ആര് കൊടുത്താലും, നമ്മുടെ അസാന്നിധ്യത്തിൽ ആര് കൊടുത്താലും നമ്മുടെ ഭാഗമല്ല. കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്, പക്ഷെ കൊടുക്കണം. ഒരു 1/4 മണിക്കൂറും അരമണിക്കൂറൊക്കെ അവർക്ക് അഡിഷൻ എന്നല്ലാത്ത രൂപത്തിൽ കൊടുക്കണം. ഞാൻ അതിലേക്ക് വരാം. അതിൻ്റെ മികച്ച യൂസിങ്ങും അതിൻ്റെ അപാകതകളിലേക്കും ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലേക്കൊക്കെ വരാം. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ പരിഗണന, അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച അഭിനന്ദനങ്ങൾ നൽകൽ, അതായത് പ്രശംസിക്കൽ, കൺഗ്രാജുലേറ്റ് ചെയ്യൽ. അപ്പോൾ തിരിച്ചറിയണം, ഞാൻ ഈ വീട്ടിൽ എനിക്ക് എന്ത് റോളുണ്ട് എന്നുള്ളത് കുട്ടി തിരിച്ചറിയണം. നിങ്ങൾക്കുള്ള റോള് പോലെ തന്നെ ആ കുട്ടിക്കും റോളുണ്ട് എന്നുള്ളത് കുട്ടി തിരിച്ചറിയണം. തിരിച്ചറിയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ റോളുകൾ കിട്ടുന്ന അവസരങ്ങളിൽ നിർബന്ധമായിട്ട് ആ കുട്ടികൾക്ക് കിട്ടുന്ന സമയമുണ്ടല്ലോ, ആ സമയങ്ങളിൽ ആണ് ശരിക്കും ആ കുട്ടി ഒന്നുകൂടെ ബോധേഡാവുക, കൃത്യമായിട്ടൊരു അവയർനെസ് അവരിൽ ഉണ്ടാവുക. എനിക്കൊരു റോളുണ്ട് എൻ്റെ കുടുംബത്തിൽ, അത് എന്താ പറയുക, അത് കൃത്യമാണ്, എൻ്റെ രക്ഷിതാക്കൾ എനിക്ക് പരിഗണന തരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു കുടുംബത്തിലെ കുട്ടി സാറ്റിസ്ഫൈഡാണ്. ആ കുട്ടി അനുസരണശീലമുള്ള കുട്ടിയായിട്ട് മാറും. രക്ഷിതാവേ വലിയ പട്ടാളക്കാരൻ്റെ മനസ്സ്, വലിയ ഭരണാധികാരിയുടെ മനസ്സ്, ഒരു ക്രൂവാലിറ്റി ഉള്ള, ഒരു ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയുടെ മനസ്സൊക്കെ ഉണ്ടാവും. ആ ഒരു ചട്ടയൊക്കെ നമ്മൾ ധരിച്ചിട്ടേക്കാരം ചിലപ്പോൾ രക്ഷിതാവിൻ്റെ റോളുണ്ടാവുക. അതെന്തിനാ? കുട്ടികൾ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ വേണം, ഒന്ന് നെട്ടിച്ചിർത്തിക്കോ. ആരെയാണ് ഞെട്ടിച്ച് നിർത്തേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ റോൾ മോഡൽസായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പരിഗണന കൊടുക്കുന്ന, അഭിനന്ദനം കൊടുക്കുന്ന കുട്ടിയെ ഞെട്ടിച്ചാൽ കുട്ടിക്കൊരു സങ്കടം ഉണ്ടാവില്ല. ഇത് പരിഗണനയില്ല, അതേപോലെ തന്നെ പ്രശംസയില്ല, അങ്ങനെ ഒരു അവസരവും ഇല്ലാത്ത വീട്ടിൽ കുട്ടീനെ ഞെട്ടിച്ചിർത്തിയാൽ ആ കുട്ടി ആദ്യത്തെ ഞെട്ടലിൽ കിട്ടുന്നൊരു മറുപടി നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരലില്ലേ, കൊഞ്ഞനം കുത്തിയിട്ട് വരലില്ലേ, തല്ലാൻ വരലില്ലേ, ചീത്ത പറയലില്ലേ, ഇതൊക്കെ വലിയ ആഘോഷമാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നാളെ നോക്കുന്ന സമയത്ത് ഒരു സോഷ്യൽ മീഡിയ റീലിൽ കണ്ടത്, ഈ കുട്ടി രക്ഷിതാക്കളെ, ഈ മുതിർന്ന ആൾക്കാരെയൊക്കെ തെറി വിളിക്കണത് വിടുകയാണ്. എന്തോ ഒരു ചെറിയ കാര്യം പറഞ്ഞതാണ്, അതിനോട് കുട്ടി തിരിച്ച് തെറി വിളിക്കണത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാണ്. അഭിമാനമാണ്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടാണ്? കുട്ടിക്കുറുമ്പൻ്റെ കുറുമ്പ്. എന്താ ഞങ്ങളെ നാട്ടിലൊക്കെ കുറുമ്പ് എന്നറിയാം, രണ്ട് മറിച്ചിലും തിരിച്ചിലും കിരിച്ചിലൊക്കെ ആയിരുന്നു. കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിയുക, ഇല്ലെങ്കിൽ അവിടെ ചെന്നേക്കാണ്ട് വാതിലുമ്പോൾ ചവിട്ടി ഇങ്ങോട്ട് തന്നെ വരിക, അതൊക്കെയാണ് ഞങ്ങളെ കുറുമ്പ്. ഇപ്പോഴത്തെ കുറുമ്പ് എന്താണ്?
ഒരു രക്ഷിതാവ് ഇട്ട സംഗതി വളരെ മോശമായ വാക്കുകൾ. ആ കുട്ടിയെ ആ കുടുംബത്തിൽ നിന്ന് കേൾക്കണതാട്ടോ ആ വാക്കുകൾ. അങ്ങനെ ഒന്നും ഒരു 2 വയസ്സുകാരനോ 3 വയസ്സുകാരനോ പറയണമെങ്കിൽ ആ വീട്ടിൽ നിന്ന് കിട്ടിയത്. അതാണ് പറഞ്ഞത് അറ്റ്മോസ്ഫിയർ എന്താണോ നമ്മൾ കൊടുക്കുന്നതെന്നാണ്. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. ആസ് എ പാരൻറ്റ്, ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ രക്ഷിതാവിനെ ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു കണ്ണാടിയില്ലേ, കണ്ണാടി ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ എപ്പോഴും എവിടെയും ഏത് ക്ലാസ്സിനും രക്ഷിതാക്കളുടെ യോഗങ്ങൾ കാണുന്ന സമയത്തൊക്കെ പറയുന്നൊരു വാക്കാണ് ഇത്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നതാണ്, ഞാനത് പറഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ്, മനഃപൂർവ്വമായിട്ട് തന്നെ പറയും. നമ്മുടെ കണ്ണാടിയിലേക്ക് നമ്മൾ ആ കണ്ണാടിയോട് പറയുന്ന കാര്യങ്ങൾ ആ കണ്ണാടി കേൾക്കുന്നുണ്ടാവാം. പ്രതിബിംബം കേൾക്കുന്നുണ്ടാവാം. ശരിക്കും നമ്മൾ നമ്മുടെ മക്കളോട് പറയാണ്, നമുക്ക് ഈ പ്രഷർ കയറുമ്പോഴാണ്, എനിക്കൊരു പ്രഷർ അങ്ങോട്ട് കയറാണ്ടടി, ആ നേരത്തെ തന്നെ പിടിച്ചാൻ കിട്ടൂല എന്നൊക്കെ പറയും. ആരെ മുന്നിലാണ് ആ പിടിച്ചാൻ കിട്ടൂല എന്ന് പറയുന്ന സാധനം എടുക്കുന്നത് അറിയാം? ആരെ മുന്നിലാണ്? കുട്ടികളുടെ മുന്നിൽ. ഇത് വല്ലാത്തൊരു ഏത് നേരത്തെ അത് ഉണ്ടായതാവാം. അതിലാ നിർത്തിയാൽ മതി. 4-മത്തേലാണ് നിർത്തിയത്. ഇപ്പോൾ 5-മത്തേനെ കൊണ്ട് ഒരു കേടാണ്. 2 എങ്ങനെ ശരിയാവുക? ജല ചെയ്തിരിക്കണത് 3. അങ്ങനെ കേട്ടോ. രക്ഷിതാക്കൾ ശ്രദ്ധിച്ചോ? രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നെഗറ്റീവായിട്ടുള്ള ഒരു ടോക്ക് കുട്ടികളോട് നിരന്തരം നമ്മൾ നടത്തുകയാണെങ്കിൽ, അവധിക്കാലത്താണ് അതിന് കൂടുതൽ സാധ്യത. നിരന്തരം നമ്മൾ ആ കുട്ടിനോട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ വരുത്തത്. നമ്മുടെ പ്രതിബിംബങ്ങളാണ് കുട്ടികൾ. നിങ്ങളുടെ കണ്ണാടിയിൽ കാണുന്ന അതേ പ്രതിബിംബങ്ങളാണ് കുട്ടികൾ. ആ കുട്ടികളത് കേൾക്കുന്നുണ്ട്. ആ കുട്ടി അത് കേട്ടാലുള്ള പ്രശ്നം എന്താ അറിയാമോ? ആ കുട്ടി 2 തവണ ഇതുപോലെ റിപ്പീറ്റേഷൻ ആയിട്ടുള്ള ഇതേ സ്വരത്തിൽ, ഇതേ ദേഷ്യത്തിൽ ഉമ്മ പറഞ്ഞ അതേ വാക്ക് ആ കുട്ടിയുടെ അകത്തളങ്ങളിലേക്ക് എത്തുന്നുണ്ട്, ഉള്ളിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. പിന്നെ അവനൊരു വിലയിരുത്തലാണല്ലോ ഇപ്പം മെയിൻ. സ്റ്റാറ്റസ് ഇട്ടാൽ എത്ര ആൾക്കാർ വ്യൂ ചെയ്തിരിക്കുന്നത് ഒരു വിലയിരുത്തലാണ്. അതുമാത്രമല്ല, ആ പെരുന്നാളിൻ്റെ ഡ്രസ്സുമായി ബന്ധപ്പെട്ടൊരു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചിക്കണോ പറഞ്ഞിക്കണോ എന്നാണ്. ഇരട്ടട്ടു നോക്കണോ? അതേപോലെയാണ് ശരിക്ക് കുട്ടികളുടെ നമ്മളങ്ങോട്ട് കൊടുക്കണ ഓരോ വിലയിരുത്തൽ. എന്താ അറിയോ? ചെറിയ മക്കളുടെ വിലയിരുത്തൽ എന്താണെന്നറിയോ? അത് ചെറിയ മക്കളായിക്കോട്ടെ, വലിയ മക്കളായിക്കോട്ടെ, കോളേജ് പഠിക്കണവനായിക്കോട്ടെ, LKG പഠിക്കണവനായിക്കോട്ടെ, ആരാണെങ്കിലും അവൻ്റെ മനസ്സിലൊരു കണ്ണാടി ഉണ്ട്. നമ്മുടെ സംസാരത്തിൻ്റെ, നമ്മുടെ പ്രതിബിംബമായിട്ടുള്ള കുഞ്ഞു മക്കളുടെ മനസ്സത്തിൽ അകങ്ങളിൽ, അവൻ്റെ അകത്തളങ്ങളിൽ ഞാനിങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, ഞാൻ എങ്ങനെ ചെയ്താലും ശരിയാവില്ല, ഞാൻ അങ്ങനെയാണ്, ഞാനിപ്പോൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താലും അതിന് എനിക്കൊരു അംഗീകാരം കിട്ടൂല, ഞാൻ ഇനി ഉമ്മാനൊന്ന് സഹായിക്കാൻ ഫോണൊക്കെ ഒന്ന് എടുത്ത് ചെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടാവുക കേട്ടോ കുട്ടി, ഇന്ന് അവധിക്കാലമല്ല, ഇനിയിപ്പോൾ ഇങ്ങനെ ഇതാക്കണ്ട, എപ്പോഴും നിമ്മങ്ങനെ നിൽക്കണ്ട, തിരുമ്പി പറഞ്ഞൊക്കെ കുളിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ മെമ്പറിനോളെ കുറേ നേരെ ആയിക്കൊണ്ടൊന്ന് പോയി കുളിച്ചോ എന്നൊക്കെ പറയേണ്ടി വരും. ചെക്കനെ പഠിപ്പിക്കേണ്ടി, ചെക്കനെ അതേമാതിരി കുളിപ്പിച്ചേണ്ടി വരും, അങ്ങനെ ചെയ്യേണ്ടി വരും, ഇങ്ങനെ ചെയ്യേണ്ടി വരും, കയ്യും കാലും ഒന്ന് തേച്ച് കഴിക്കാണ്ട് വാ, പോയി ചോറ് കഴിച്ചേ, അങ്ങനെ ചെയ്യേ, ഇങ്ങനെ ചെയ്യേ, നിസ്കരിക്കേ, പ്രാർത്ഥിക്കേ, അങ്ങനെ കമാൻഡിങ് പവർ ഇങ്ങനെ കൊടുക്കണ വീട് കഴിക്കാരട്ടാ. അതിനൊക്കെ ഒരു കാരണമുണ്ട്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്ത്, ഇനി ഇങ്ങനെ കുറേ കേട്ടല്ലോ, നിർത്തുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓടി ചെന്നിട്ട് ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടത്? സാമ്പാറോ? എന്നാൽ അതിലേക്കുള്ള സാധനങ്ങൾ ഞാൻ കട്ട് ചെയ്ത് തരട്ടെ. പൊയ്ക്കോയ്ക്കാ, പൊയ്ക്കോ ചേർന്ന്. ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കണം, മുണ്ടാതെ പൊയ്ക്കോ ചേർന്ന്. അത് ഉള്ളത് ഒരു കോലക്കേടാക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്ക. കഴിഞ്ഞു കേട്ടോ. വീണ്ടും പറയാണ് കേട്ടോ. ഇത് ശരിക്കും അവരുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു ചിത്രം വേറെയാണ്. 1, 2, 3 ഞാൻ എപ്പോഴും പറഞ്ഞ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ആ കണ്ണാടി നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രതീതി എന്താണ്, അത് നമുക്ക് അതേപോലെ കിട്ടണം. നമ്മൾ ചിരിച്ചു, ഞാൻ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് തിരിച്ച് ഞാൻ ചിരിക്കണ അതേ ചിരി കണ്ണാടിയിലെ പ്രതിബിംബം എന്നോട് ചിരിച്ചു. അപ്പോൾ എൻ്റെ മനസ്സെന്നെ എന്ത് ചെയ്യും? ഞാനൊന്നും കൂടി ചെരിഞ്ഞ് നോക്കും, ഒന്നിങ്ങനെ നോക്കും. എൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതാ. തിരിഞ്ഞാ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അതാണ്. ഞാൻ സ്മാർട്ടാണ്. എത്ര വിരൂപനാണെങ്കിലും കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കൊരു സമാധാനം. കാരണം എന്താ? ഞാൻ സ്മാർട്ടാണ്, ഈ ഡ്രസ്സിൽ സ്മാർട്ടാണ്, ഈ ഹെയർ സ്റ്റൈലിൽ സ്മാർട്ടാണ്, ഈ ഇതിൽ സ്മാർട്ടാണ്, അങ്ങനെ സ്മാർട്ടാണ്. ഇത് നമുക്ക് കിട്ടുമ്പോൾ ഒരു എഫക്റ്റിൽ നമ്മളെന്ത് ചെയ്യും? ഒന്ന് ചിരിഞ്ഞ് അങ്ങനെയൊക്കെ നോക്കും. ഇത്
നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ പോലെ തന്നെയാണ് നമ്മുടെ കണ്ണാടികളായിട്ടുള്ള നമ്മുടെ മക്കൾ. അവിടെ നല്ല കാര്യങ്ങൾ പറ, ചേർത്ത് നിർത്ത്, കൊടുക്ക്. നല്ല നമ്മളിപ്പോൾ പറയണല്ലോ, നമ്മുടെ മക്കൾക്കൊന്നും ഇപ്പോൾ പഴയ ജനറേഷൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തരുമോ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും എന്തില്ല, ഒരു ആതിഥ്യ മര്യാദ. നമ്മൾ പറയും എപ്പോഴും, ഞാൻ ആര് വന്നാലും എന്താ, ഉമ്മമ്മ വന്ന് എളാമ്മ വന്ന് എളാമ്മാൻ്റെ കുടുംബം വന്നാലും ഇനി വേറെ ഒരാൾ വന്ന് നീച്ച് വന്നാലും, ഞങ്ങൾ പ്രാദേശികമായിട്ട് പറയണതാണ്, ആൾ അടക്കം ചെയ്ത് കൊടുത്തൊന്നും ഇങ്ങോട്ട് നീച്ച് വന്നൊക്കെ പരീക്ക് വന്നാലും ബഹുമാനിക്കൂല, ഞെട്ടൂല്ല, പേടിച്ചില്ല. കാരണം അഡിക്ഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, കുറച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെന്താണോ കൊടുത്തത് അതുവരെ. കുട്ടി നമ്മളടുത്തേക്ക് സംസാരിക്കാൻ വരികയാണ്, വലിയ സംഗതിയൊന്നുമില്ല. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ചർച്ച ഒന്നുമില്ല കേട്ടോ നമ്മളെ ഗ്രൂപ്പിൽ നടക്കണത്. അതില്ല ഇൻ്റർനാഷണൽ ഐക്യരാഷ്ട്രസഭേൻ്റെ ആഗോള സമാധാന സമ്മേളനത്തിൻ്റെ പ്രതിനിധിയായിട്ടൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ. എന്താ പറയണത്, ഇന്നലെ പെരുന്നാക്കെടുത്ത ഡ്രസ്സിൻ്റെ അതിൻ്റെ ആ ഒരു പ്രിൻറ്റിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. വലിയ സംഭവമല്ലേ, 10 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞൂടെ? അല്ലെങ്കിൽ ഓള് മാല മാറ്റി, പുതിയൊരു മാല മാറ്റിയ സംഭവത്തെക്കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ അവിടുന്ന് കൊടുന്ന മുട്ടായി ഉടുക്കലിൻ്റെ പരിപാടിക്ക് വന്ന ആ മുട്ടായിൻ്റെ അത് ആദ്യത്തെ ആ ടീം കൊടുന്ന അത്ര അങ്ങോട്ട് പോരാ, ഗെറ്റപ്പ്, അതിനെക്കുറിച്ചൊക്കെയാണ് അല്ലറ ചില്ലറ പറയണം. നമുക്കൊരു എൻ്റർടൈൻമെൻ്റൊക്കെ വേണം. പക്ഷേ ഈ കുട്ടി നമ്മളോട് സംസാരിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ അവരെ ആട്ടി അകറ്റുന്ന രൂപത്തിലാണെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ആ കുട്ടി ഒരു വിഷയം എത്തിക്കൂല. ആ വിഷയം എത്തിക്കണമെന്നുണ്ടെങ്കിൽ അവരെ കേൾക്കാനുള്ളൊരു മനസ്സ് അധ്യാപകർക്ക് വേണം. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാ? അതാണ് എനിക്കിതിൽ കൂടുതൽ എപ്പോഴും പറയാനുള്ളത്. ഞാൻ നേരത്തെ സംസാരിച്ച പോലെ കണ്ണാടികളാണ് നമ്മുടെ മക്കളെന്ന് ചിന്തിക്കുക. നമ്മുടെ മുഖം കാണാനുള്ള ചില ആ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അതേ ചെയ്യലിൽ കുട്ടികളെ കാണും. അങ്ങനെ തന്നെ ഞാൻ പറച്ചില്ല, ഇത് ശരിക്കും കണ്ണാടികളാണ്. ആ കണ്ണാടിയാണ്, തൻ്റെ മുന്നിലിരിക്കുന്ന കണ്ണാടിയാണ് തൻ്റെ മകൻ. ആ മകനോട് ഞാൻ സംസാരിക്കുമ്പോൾ, നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അഭിനന്ദിക്കുമ്പോൾ, പ്രശംസിക്കുമ്പോൾ, റിവാർഡുകൾ കൊടുക്കുമ്പോൾ അവന് കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മൊഞ്ച് കാണിക്കുന്ന മുഖം കണ്ണാടിയിലേക്ക് നോക്കി ചിരിച്ച് കിട്ടുമ്പോൾ തിരിച്ച് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷന് തുല്യം. അവിടെയാണ് റിസൾട്ട് ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതിൻ്റേതായിട്ടുള്ള എൻ്റെ ക്ലാസ്സിൽ എൻഗേജ്ഡ് ആണെങ്കിൽ, നിങ്ങളതിൽ കാണുന്നുണ്ടെങ്കിൽ ചില ഒരു സൂചനകളൊക്കെ തന്നിട്ട് കമൻറ്റുകളോ നമ്മുടെ സ്മൈലിയൊക്കെ ഇട്ടൊക്കെ നിങ്ങൾ റിയാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പരിഗണനയിൽ നിന്ന് അതേപോലെ തന്നെ നേരത്തെ പോലെ അഭിനന്ദനങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ കുടുംബത്തിലെ കണ്ണാടികളായ നമ്മുടെ കണ്ണാടികളാണ് എന്ന് ഞാൻ വീണ്ടും ഗൾഫിലെപ്പാൻ്റെ കണ്ണാടി, നാട്ടിലിരിക്കണ മോനാണ്, കുറ്റപ്പെടുത്താനായിട്ട് വിളിച്ച് അങ്ങനെ പറഞ്ഞു. ഒന്നത്തെ കാട്ടിയതോ അറിയോ നിങ്ങൾക്ക്? അവധിക്കാലാണ് ഈ പറയുമാണ്, പൊന്നാരം മനുഷ്യൻ ഞങ്ങൾക്കൊന്ന് വന്നിക്കാണ്ട് ഇതൊക്കെ ഒന്ന് നേരിട്ട് കണ്ടൂടെ, എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്, ഇതൊന്ന് തുറന്നിട്ടിയാൽ മതി. അപ്പോൾ ആർക്കാ അവാർഡ് കൊടുക്കണ്ടേ? 2 മാസക്കാലം വിദ്യാർത്ഥികളെ നിങ്ങളുടെ മക്കളെ വീട്ടിൽ വെച്ച നിങ്ങൾക്കാണോ അവാർഡ് കൊടുക്കേണ്ടത്? 10 മാസക്കാലം 10 വർഷം ഏകദേശം 10 മാസം അധ്യയനം നടത്തിയിട്ടുള്ള ടീച്ചേഴ്സിനാണ് അവാർഡ് കൊടുക്കേണ്ടത്. പൊന്നാര മാഷേ, എന്നോട് രക്ഷിതാവ് പറയുന്നൊക്കെ ഉണ്ടല്ലോ, അവാർഡ് ഞങ്ങൾ തരുന്നതാണ്. ഞാനല്ല ടീച്ചർ എന്നുള്ളതാണ്, ഐ എം നോട്ട് ഒരു പേഴ്സൺ അല്ല. ടീച്ചർമാരോട് സംസാരിക്കുകയാണ്, ഇറ്റങ്ങളൊക്കെ എങ്ങനെയാണ് LKGത്തെ ടീച്ചറോട് പറയാണ്, എങ്ങനെയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യണത്? അതിന് വേറെ വഴിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഈ 2 മാസക്കാലം അവധിക്കാലത്തിൻ്റെ പാരൻറ്റിങ് എന്ന് പറഞ്ഞത്, അതിന് ശേഷമുള്ള പാരൻറ്റിങ് ആണെങ്കിലും സ്കൂൾ തുറന്നിട്ടുള്ള പാരൻറ്റിങ് ആണെങ്കിലും ആ പാരൻറ്റിങ്ങിലൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. നല്ല പ്ലാൻ വേണം, ആസൂത്രണം വേണം. സ്വയം മാറേണ്ടവരാണ് നമ്മൾ. ഈ നമ്മുടെ വാഹിദ് സാറ് നമ്മുടെ ഇതിൻ്റെ ഒരു ഇൻട്രോ കൊടുത്ത സമയത്ത് പറഞ്ഞു, ജനറേഷനാണ്, നൊസ്റ്റാൾജിക്കാണ്. ഞാനൊക്കെ വലിയ പ്രായമൊന്നുമില്ല കേട്ടോ, ഞാനൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കുട്ടിക്കാലം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചത് വയസ്സനയക്കണം തന്തയിക്കണമെന്നും കരുതല്ലേ. അത്രയൊന്നും ആയിട്ടില്ല, 30-31 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൻ്റെ ഇടയിലുള്ള പക്ഷെ നമ്മുടേതായിട്ടുള്ള ഒരു കാലഘട്ടം, ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ബാലരമ വായിച്ചിട്ട് രാത്രികളിൽ കിടന്നുറങ്ങുന്ന ആളായിരുന്നു ഞാൻ.
അപ്പം ഉമ്മ വന്ന് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കും, ഉറങ്ങി പോവണ്ടട്ടോ, മണ്ണെണ്ണ വിളക്കില്ലേ അത് എന്ത് ചെയ്യും, പായയിലേക്ക് തട്ടിമറിച്ച് വീണാൽ പായൊക്കെ കൂടി കത്തിപ്പിടിച്ചിട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉമ്മ വന്നിട്ട് ഉമ്മ മണ്ണെണ്ണ വിളക്കെടുത്ത് നിൽക്കാണെങ്കിൽ നോക്കിയിട്ട് ഇത് ഉറങ്ങിയിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് അന്നഞ്ഞ് നിർത്തി കിടന്നാൾ നമ്മൾ ആ ബാലരമയിലെ കുട്ടൂസിൻ്റെയും ഡാങ്കിനിൻ്റെയും മായാവിൻ്റെയും സൂത്രൻ്റെയും ഷേരുവിൻ്റെയും കഥ പറഞ്ഞിട്ട് കഥ കേട്ട് കഥ വായിച്ച് അക്ഷരങ്ങൾ വച്ച് ചേർത്ത് വാചകങ്ങൾ വെച്ച് ചേർത്ത് പഠിച്ച് ആ വാചകങ്ങളിൽ നിന്ന് സൂത്രൻ്റെയും ഷേരുവിൻ്റെയും ശിക്കാരി ശംഭുവിൻ്റെയും കഥയൊക്കെ വായിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു കാലഘട്ടത്തിലുള്ള ഒരാളാണ്. 31 ആണെങ്കിലും ആ ഒരു കാലഘട്ടം കൂടി അനുഭവിക്കാൻ അപൂർവ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഷഫീഖ് മാഷ്. എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ എനിക്ക് ആശയം പറയുമ്പോൾ അങ്ങനത്തെ ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളൊന്നും എനിക്കൊരു ഇത് കിട്ടിയിട്ടില്ല, ഞങ്ങൾ കാണുമ്പോഴേ ഒരു ലൈറ്റ് കണ്ടിട്ടുണ്ട് എന്ന് പറയും. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എൻ്റെ കാലഘട്ടം എന്ന് പറയും. ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുട്ടിക്കാലമല്ല എന്ന് നമ്മുടെ ലൈഫ് ലേണിങ്ങിൻ്റെ ഇൻട്രാക്ഷനിൽ പറഞ്ഞിരുന്നു, നമ്മൾ പരിചയപ്പെടുത്തിയിരുന്ന ഒരു സെഷനിൽ പറഞ്ഞിരുന്നു, നമ്മുടെ വെബിനാറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ആ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാലഘട്ടത്തിലുള്ള കുട്ടികളല്ല എന്ന് സൂചിപ്പിച്ചത് തന്നെ എനിക്കും പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് വരുന്നത് സോഷ്യൽ മീഡിയ അഡിക്ഷൻ തന്നെയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ആവട്ടെ, ഷോർട്സ് ആവട്ടെ, അവർ പുതിയ പുതിയ വഴികളാവട്ടെ, ഗെയിമിംഗ് ആണ്. ഗെയിമിംഗ് ഒക്കെ വളരെ പരിതാപകരമാണ്. ഞാനതിലൊന്നും വലിയ എന്താ പറയുക കൂടുതൽ സംസാരങ്ങളിലേക്കൊന്നും പോണില്ല, അതിൻ്റെ വശങ്ങളിലേക്കൊന്നും ഞാൻ പോണില്ല. ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കളിയാക്കുമ്പോൾ, അങ്ങനെയുള്ള കുട്ടികളെ പ്രയാസപ്പെടുത്തുമ്പോൾ നമ്മൾ ഇതിനെ വളരെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കോഡ് മേക്കിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സോഫ്റ്റ്വെയർ മേക്കിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന 7ാം ക്ലാസ്സുകാരും 8ാം ക്ലാസ്സുകാരും ഒക്കെ നമുക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അവരുടെ ഇടയിൽ ഓലൊക്കെ അത് കോഡ് മേക്കിംഗ് ആണെങ്കിലും സോഫ്റ്റ്വെയർ മേക്കിംഗ് ആണെങ്കിലും ആപ്പ് മേക്കിംഗ് ഒക്കെ സംഭവം എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ശരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് മാറുക. എന്നാൽ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഗതി വരുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമാണ് ഡിജിറ്റൽ അഡിക്ഷൻ്റെ കാര്യത്തിൽ. ഡിജിറ്റൽ അഡിക്ഷൻ എങ്ങനെ നമുക്ക് ഈ അവധിക്കാലത്ത് കുറക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്ഷാകർത്താവ് എന്നുള്ള നിലക്ക് രക്ഷിതാവിൻ്റെ റോള്, എൻ്റെ പാരൻറ്റിങ്ങിൽ എൻ്റെ റോൾ എന്താണ്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ റോൾ എന്താണ്, ആ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ, എൻ്റെ വാക്കുകൾ കേൾക്കുന്നവർ. ഇനി ആ മാഷ് ഇനി പോയിക്കാണ്ട് ഇനി ഇപ്പം കേട്ടിട്ടുണ്ടാവില്ല, അതായത് മെയിൽ പാരൻറ്റ് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ആ മാഷ് പറഞ്ഞത് കേട്ടോ, അതേമാതിരിയൊക്കെ ഒന്ന് നിങ്ങൾക്ക് നിന്നൂടെ, കച്ചറ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഓല താല്പര്യത്തിനനുസരിച്ച് വളരെ ആക്റ്റീവായിട്ട് ഇതിൽ എൻഗേജ് ആവാൻ തയ്യാറാണെങ്കിൽ മാത്രം. അപ്പം ഞാൻ ചോദിക്കുന്നു, എൻ്റെ ഈ പാരൻറ്റിങ്ങിൽ എൻ്റെ റോൾ എന്താണ്? എൻ്റെ കേട്ടോ, നിങ്ങളെ റോൾ എന്താണ്? അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ കുട്ടിയെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? ഞാൻ എങ്ങനെയൊക്കെ പരിഗണിക്കണം? അതൊക്കെ ചെയ്യുന്ന വീടുകൾ ഉണ്ടാവാം കേട്ടോ. എപ്പോൾ എണ്ണിയാൽ ഇത്ര വിരലുണ്ടെങ്കിൽ ഇത്രയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഇനി അതുണ്ടെങ്കിൽ തന്നെ രണ്ടാമത്തെ ഒരു കുട്ടി വരുമ്പോഴത്തേന് ആ വിരലും താത്തേണ്ടി വരും. അങ്ങനെയാണ് സിറ്റുവേഷൻ, അങ്ങനെയാണ് സാഹചര്യങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ രക്ഷാകർതൃത്വം എന്ന് പറയുന്ന അവധിക്കാലത്തല്ലെങ്കിലും ആണെങ്കിലും അവധിക്കാലത്ത് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കണം. ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻസും പിന്നെ അതേപോലെ തന്നെ ഇനി നേരത്തെ കാര്യം സൂചിപ്പിച്ചിരുന്നേ, ഒരു കാരണവശാലും മൊബൈൽ കൊടുക്കാത്ത കുടുംബം എന്ന് പറയാൻ പറ്റൂല കേട്ടോ. മൊബൈൽ കൊടുക്കാത്തൊരു കുടുംബം എന്ന് പറഞ്ഞാൽ, ടാബ് കൊടുക്കാത്തൊരു കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സോഷ്യൽ എന്താ പറയുക, ഒരു ഡിസീസസ് ഒക്കെ വരാം, ഒരു മെൻ്റലി ഡിസീസസ് വരാം. കാരണം ഇതുവരെ കളിച്ച കുട്ടിയാണ്, ഇതുവരെ എൻഗേജഡായി, ഫുൾ ടൈം എൻഗേജഡായി, അഡിക്റ്റഡ് ആയിരുന്നു എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റുന്ന, അങ്ങനെ അവനെ നിർവചനത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കുട്ടിയെ, ആ കുട്ടിയെ നമ്മൾ വീണ്ടും അതിലൊരു ഒറ്റടിക്ക് നിർത്തുക. നടക്കുമോ? നടക്കുമോ? ഒരിക്കലും ആ കാര്യം നടക്കില്ല. അപ്പോൾ നമ്മളത് ക്രമേണ കുറഞ്ഞ് ഈ ഗെയിംസിൻ്റെയൊക്കെ സാധ്യതകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഒരു ദൂഷ്യവശങ്ങൾ വളരെ വലുതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ ഇനി വിളിക്കണം കേട്ടോ. കുട്ടികൾ നിങ്ങളൊന്ന് മുന്നിൽ നിർത്തണം. ആരൊക്കെ കാണണമെന്ന് വെച്ചാൽ അതൊക്കെ കാണാം. ഇനി കുട്ടികൾ കേൾക്കണം. ഈ ലേഡി, അതായത് ഗേളായിട്ടുള്ള സ്റ്റുഡൻസുകളൊക്കെ ഉണ്ടെങ്കിൽ വരട്ടെ.
ഒന്ന് റിയാക്ട് ചെയ്യണം. നിങ്ങൾ കുട്ടികളൊക്കെ വിളിച്ച് മുന്നിൽ ഇരുത്തിക്കണമെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യണേ, ജസ്റ്റ് ഒരു കാണിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്താണ് അതിൽ റിയാക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ഇങ്ങനെ റിയാക്ട് ചെയ്ത് ഇങ്ങനെ വരട്ടെ, അപ്പോഴേ ഞാൻ ഇനി പറയുള്ളൂ. കുട്ടികളൊക്കെ വിളിച്ചിരുത്തുക, വെരി ഗുഡ്, വരട്ടെ, ഇഷ്ടംപോലെ ആളുകൾ വരട്ടെ. ഓക്കെ, പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഉണ്ടായിട്ടെ, എല്ലാവരും ഉണ്ടായിക്കോട്ടെ, വേറെ ഒന്നും വേണ്ട നമുക്ക് ഇനി കുറച്ച് സമയം. ഇനി ഞാൻ ഓക്കെ വരട്ടെ, വരുന്നുണ്ട്. യെസ്, ഏതായാലും നല്ല സംവിധാനമാണ് ലൈഫ് ലേണിങ്സ്, ഈ ഒരു സ്റ്റുഡിയോ, അതിൻ്റെ ഒരു ലൈവ് കാര്യങ്ങളൊക്കെ വലിയൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ ഷൂട്ടൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ലൈവായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴേ മുന്നിലിരിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു ആളാണ് ഞാൻ. പക്ഷേ അത് ശരിക്കൊരു എഫക്റ്റ് തരുന്നുണ്ട് കേട്ടോ. താങ്ക് യു, കൺഗ്രാജുലേഷൻ ലൈഫ് ലേണിംഗ്, സൂപ്പർ. ഓക്കെ, വെരി ഗുഡ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കുട്ടികളോട് ഈ ഡിജിറ്റൽ അഡിക്ഷൻ ഉള്ള മക്കൾ നമുക്കൊക്കെ ഉണ്ടാവും കേട്ടോ സ്വഭാവം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ശരിക്ക് സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ പിന്നൊരു സമരത്തിന് പ്രസക്തി ഉണ്ടെങ്കിൽ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തേണ്ട ഒരു പോരാട്ടമാണ് മൊബൈൽ ഫോണിന് വേണ്ടിയിട്ടുള്ള, വീട്ടിലെ ഡിവൈസിന് വേണ്ടിയിട്ടുള്ള യുദ്ധം. ആ യുദ്ധമൊക്കെ ശരിക്കും അന്ന് സ്വാതന്ത്ര്യ സമര കാലത്ത് ചെയ്യുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ എന്നോട്ടറിഞ്ഞു പോകും, 100%. ഗാന്ധിജിക്കൊന്നും ഇറങ്ങേണ്ടിയില്ല, നിങ്ങൾ 4-5 കുട്ടികളാണ്ട് വിട്ടാൽ മതിയാണ്. ബ്രിട്ടീഷുകാരുടെ അടുത്തുള്ള തോക്കൊക്കെ കണ്ട് പിടിച്ച് വാങ്ങിക്കാണ്, ഇങ്ങോട്ട് തരി, അങ്ങോട്ട് തരി, ഇവിടെ തരി എന്നൊക്കെ ബ്രിട്ടീഷുകാരൊക്കെ ബ്രിട്ടീഷുകാർ ഓരോ കാപ്പ വേഗം വണ്ടി എടുത്ത് പോകും, ഞാൻ പോട്ടെ ഇറങ്ങാണ്ട്. അത് അങ്ങനെ ഒരു യുദ്ധമൊക്കെ നടക്കണ, അതിലൊക്കെ പങ്കാളികളായിട്ട് ഇരിക്കണ ആൾക്കാരിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ തോള് തൂങ്ങിയിട്ടും ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ വലിയ കണ്ണായിട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ അഡിക്ഷനും, അത് ഞാൻ പെൺകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ പ്രത്യേകിച്ച് പറയണം കേട്ടോ. കാരണം നമുക്ക് കോവിഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുടേതായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ്, വളരെ നമ്മളൊക്കെ കേൾക്കുന്നതിലും കേൾക്കാൻ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള കുറേ സംഗതികളുണ്ട്. ഞാൻ പലപ്പോഴും അതിനുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകൾ പറഞ്ഞാൽ വലിയ കേസൊന്നും ആക്കിയിട്ടില്ല, അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ എന്നുള്ള നിലക്ക്, ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക്, ഒരു നാട്ടുകാരൻ എന്നുള്ള നിലക്ക്, ഒരു സഹോദരൻ എന്നുള്ള നിലക്ക് ബന്ധപ്പെട്ടിട്ട് അതിലേക്ക് പോകുന്ന സമയത്ത് കോവിഡ് ഉണ്ടാക്കിയിട്ടുണ്ടായ സോഷ്യൽ മീഡിയ അഡിക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയിട്ടുള്ള മിക്ക കുട്ടികളും റൂട്ട് മാറി സഞ്ചരിച്ച പല വിഷയങ്ങളൊക്കെ ഉണ്ട്. പെൺകുട്ടികൾ പ്രത്യേകിച്ച് പറയണം, ഞാനതിനെ കൃത്യമായിട്ട് സൂചിപ്പിക്കുകയാണ്, ശ്രദ്ധിക്കണം മക്കളെ. വളരെ ലൈഫാണ്, വളരെ വാല്യുബിളായിട്ടുള്ള ലൈഫാണ്, ആ ലൈഫ് കൊണ്ട് കളിക്കരുതേ എന്നാണ് പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്. കോളേജ് ആണെങ്കിലും ഹയർ സെക്കൻഡറി ആണെങ്കിലും അതേപോലെ തന്നെ ഹൈസ്കൂൾ ആണെങ്കിലും വളരെ UP സമയം, അവരുടെ ഒരു മെച്യൂരിറ്റി ആവുന്ന ഒരു സമയം തൊട്ട് അവരിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ചില സാങ്കേതികപരമായിട്ടുള്ള, നമ്മൾ പറയല്ലോ മെൻ്റലി ബോഡിലി ആയിട്ടുണ്ടാവുന്ന ചില ചേഞ്ചുകൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, അത് പല പേരിലാണ്, സ്നാപ്ചാറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ മെസ്സഞ്ചർ ആയിക്കോട്ടെ, മറ്റേതായിക്കോട്ടെ, എന്തിനേറെ പറയണം ഗൂഗിൾ പേൻ്റെ മെസ്സഞ്ചറിൽ വരെ, മെസ്സേജ് അയക്കുന്ന സെഷനിൽ വരെ വ്യക്തമായ രൂപത്തിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കൂടിക്കാഴ്ചകളും അതേപോലെ തന്നെ സംസാരങ്ങളും കമ്മ്യൂണിക്കേഷൻസും ഒക്കെ നടക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ ദൂഷ്യവശം വളരെ വലുതാണ്. നമ്മുടെ സമൂഹം നമ്മൾ അറിയാണ്ട് ചർച്ചപ്പെടും. ലഹരിയേക്കാൾ ഞാൻ എപ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഞാൻ എപ്പോഴും പാരൻറ്റുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, യൂസിങ് നോക്കണേ. നിങ്ങൾക്കറിയാം, ഞാൻ വീണ്ടും രക്ഷിതാക്കളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, മക്കളെ കേട്ടോ, നിങ്ങൾ രക്ഷിതാക്കളുണ്ടെങ്കിൽ നോക്കണേ, നിങ്ങളുടെ ക്രോമിൽ കയറിയിട്ട് അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കണം. അത് വേറെ ആൾക്കാരെ കൊണ്ട് നോക്കിച്ചാലും വേണ്ടില്ല. അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അവിടുന്ന് ഇൻസ്റ്റഗ്രാം ആരെങ്കിലും എടുത്തുക്കണമെങ്കിൽ അത് കള്ളക്കളിയാണ്, ഉറപ്പിച്ചോ. അവിടെ വെച്ചിട്ടാണ് ഇൻസ്റ്റഗ്രാം ലോഗ് ഔട്ട് ചെയ്യണതും സൈൻ ഔട്ട് ചെയ്യണതും ഓപ്പൺ ചെയ്യണതും ഒക്കെ ചെയ്യുന്നത് വെച്ചാൽ അത് കള്ളക്കളിയാണ്. ആ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടാവും. നോട്ട് ചെയ്ത് വെച്ചോ, ഷെഫീഖ് മാഷിൻ്റെ വാക്ക് അച്ചടിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. അത് ശരിക്കും ചെക്ക് ചെയ്യുക. നമ്മുടെ ജീവിതമാണ്, ലൈഫാണ്, നമ്മൾ പെൺകുട്ടികളാണ്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് സ്വകാര്യമായിട്ടുള്ള മാനങ്ങളുണ്ട്, നമുക്കൊരു അഭിമാനമുണ്ട്, നമുക്കതൊക്കെ അറിയാം. അതൊന്നും നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള റിലേഷൻഷിപ്പ് ആവാം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിലും അവസാനം നമുക്ക് വേദനിക്കേണ്ടി വരുന്ന, സങ്കടപ്പെടേണ്ടി വരുന്ന, ഉമ്മയും ഉപ്പയും തല താഴ്ത്തേണ്ടി വരേണ്ട, അഭിമാനത്തോടു കൂടി സംസാരിക്കാൻ അപമാനത്തോടു കൂടി സംസാരിക്കാൻ
സംസാരിക്കാൻ പറ്റാത്ത ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എല്ലാം ഉള്ളിലിങ്ങനെ ഒതുക്കി പിടിച്ച് ഹൃദയാഘാതം പോലും സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. പലതും പല രൂപത്തിലും അറിയുന്നുണ്ട്. പോലീസുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഫ്രണ്ട്സുകളൊക്കെ പോലീസിലൊക്കെ ഉണ്ട്. അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ കൊടുക്കുന്ന ഒരു മോശമായിട്ടുള്ള, അതായത് ഓരോ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. ഞാനത് കേൾക്കുമ്പോൾ ശരിക്ക് പച്ചക്ക് പറയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു രീതി അതിന് സമ്മതിക്കണില്ല എന്നുള്ളതാണ്. ശരിക്കും അത് പറയണം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിലേക്ക് പെൺകുട്ടികളുടെ റിലേഷൻഷിപ്പൊക്കെ പോയി പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടായി, പിന്നീട് നാട്ടിൽ ചർച്ചയായി. നമ്മൾ വിചാരിക്കുന്നത് ഇത് ചർച്ചയൊന്നുമില്ല, ഇരയുടെ പേരൊന്നും എവിടെയും വെളിപ്പെടുത്തൂല, അത് സർക്കാർ സംവിധാനത്തിൽ പോലീസ് സംവിധാനത്തിലാണ് ഇരയുടെ പേരൊന്നും രേഖപ്പെടുത്താത്ത, പത്രമാധ്യമങ്ങളിലൊന്നും ഉണ്ടാവില്ല. തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ, തൊട്ടപ്പുറത്തുള്ള ചായക്കടയിൽ, തൊട്ടപ്പുറത്തുള്ള റേഷൻ കടയിൽ, തൊട്ടപ്പുറത്തുള്ള മറ്റു കടകളിലൊക്കെ, പച്ചക്കറി കടകളിലൊക്കെ ഇത് ചർച്ച തന്നെയാണ്. ആ ചർച്ച വരുന്ന സമയത്ത് നമ്മുടെ പിതാക്കന്മാർ, ഉപ്പമാർ, ഉമ്മമാർ, അവരുടെ മറ്റുള്ള കുടുംബാംഗങ്ങളൊക്കെ എത്ര വിഷമിക്കുന്നുണ്ടാവും, എത്ര തല താഴ്ത്തിയിട്ടാണ് സഞ്ചരിക്കേണ്ടി വരിക, എത്ര കാലം നിൽക്കുന്നതാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര കാലം നിലനിൽക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെൺകുട്ടികളുള്ള രക്ഷിതാക്കളെ അവർ കേൾപ്പിക്കണേ, കേട്ട് അവർ ഉൾക്കൊള്ളട്ടെ. അവരുടെ മാനസാന്തരപ്പെട്ടിട്ട് അത് നിർത്താനോ ഇനി അതിലേക്കൊന്നും പോകാതിരിക്കാനോ ഉള്ളൊരു വഴി ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് തുറന്നു പറഞ്ഞത്. പെൺകുട്ടികൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തിക്കോ. ഞാൻ പറയാണ്, സോഷ്യൽ മീഡിയ ഈ അഡിക്ഷൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഞാൻ ഇപ്പോഴും പറയാണ്, നേരത്തെ പറഞ്ഞ പോലെ വർത്തമാന കാലത്തെ ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരിക്ക് പോലും സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന റിലേഷൻഷിപ്പുകൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ലഹരിക്ക് പോലും, ലഹരിയാണല്ലോ ഇപ്പോൾ വലിയ വിഷയം. വർത്തമാനകാലത്ത് എന്തും ചെയ്യാൻ തയ്യാറുള്ള മനുഷ്യരാണ്, കുട്ടികളാണ്, വീട്ടുകാരാണ്, എന്തും ചെയ്യും. അത് ഞാൻ അയക്കുന്നുമാണ്. ഞാൻ വർത്തമാന സംഭവവികാസത്തെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്. എന്ത് വന്നാലും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള, രക്ഷിതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസിൽ, റീൽസിലൊക്കെ പറയാറുണ്ട്. അത് പറയണത് ശരിക്കും ഒരു റീച്ച് ഉണ്ടാക്കാനൊന്നുമില്ല, എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്, അത്രമാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് അങ്ങനെയെങ്കിലും പറഞ്ഞ് എൻ്റെ പുതിയ തലമുറയിൽ ഒരു കുട്ടിയെങ്കിലെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, ഒരു കുട്ടിയെങ്കിലും ആ വഴിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവൻ്റെ കൈ പിടിച്ചിട്ട്, മറ്റൊരു കുട്ടിയെ കൈ പിടിച്ചിട്ട് നമുക്കത് വേണ്ടട്ടോ, നമുക്കത് ചെയ്യണ്ടട്ടോ, ഇങ്ങോട്ട് വാ എന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ആറ്റിറ്റ്യൂഡെങ്കിലും എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ കരുതിയിട്ടാണ് പറയണത്. അപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഗെയിമിംഗ് വരുന്നത്. ഗെയിമിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഞാനത് അറിയുന്ന ആളുകളാണ്. നമുക്കറിയാലോ, നമ്മുടെ മക്കളിൽ ഉറക്കത്തിൽ പോലും അതിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവും. ഞാൻ വെറുതെ പറയണില്ല, കടന്നുറങ്ങുന്ന സമയത്ത് ആ കുട്ടി നന്നായി ഉറങ്ങി 2 മണി 3 മണിയൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടി രാത്രി കാണിക്കുന്നുണ്ട്. ഇവനറിയണില്ല അത്. ഇവൻ അതിൽ പറയുന്ന അതേ സംസാരങ്ങൾ, അതേ ആക്ഷൻസൊക്കെ രാത്രിയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അഡിക്ഷൻ്റെ ഭാഗമായിട്ട് അവൻ്റെ ബ്രെയിനിലേക്ക് അത് കുത്തിവെച്ചതിൻ്റെ ഒരു ഭ്രമാണ്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. വലിയ വിഷയങ്ങൾ വരും, മെൻ്റലി ഡിസീസസ് വരും. ആൺകുട്ടികൾ കേൾക്കണേ, ഗെയിമിൽ കൂടുതൽ നേരം ചിലവഴിക്കണ മക്കൾ കേൾക്കണേ, എൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കണേ. ഞാൻ പറയുന്നത് നന്മക്കാണ്. ഞാൻ ഫോൺ യൂസ് ചെയ്യണ്ടെന്ന് പറയുന്ന ആളല്ലല്ലോ, നിങ്ങൾ ഫോൺ കൊടുക്കരുത് എന്ന് പറയുന്ന ആളല്ലല്ലോ ഷഫീഖ് മാഷ്. ഞാൻ പറയണത് അഡിക്ഷൻ്റെ ഭാഗമായിട്ട് ഗെയിമിൻ്റെ ത്വര കൂടിയാൽ, ഗെയിമിൻ്റെതായിട്ടുള്ള അഡിക്ഷൻസ് കൂടിയാൽ വലിയ മാനസിക പ്രയാസങ്ങളുണ്ടാവും. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ഗെയിമുകൾ നിരോധിച്ചിട്ടുണ്ട്. അത് നിരോധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ വീട്ടിലുമുള്ള ഇന്ന് ഗെയിം കളിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറയും. അവർ വളരെ ചെറിയ പ്രായത്തിൽ അടക്കം ചെയ്യേണ്ടി വരും. ഖബർസ്ഥാനുകളിലേക്കോ സെമിത്തേരികളിലേക്കോ ശ്മശാനങ്ങളിലേക്കോ അവരെ കൊണ്ടുപോയിട്ട് വളരെ ചെറിയ പ്രായത്തിൽ ആ വീട്ടുകാർക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിർത്തിയതാണ്. ആത്മഹത്യ, സൂയിസൈഡ് ചെയ്യാനുള്ള ലക്ഷണങ്ങൾ കാണിക്കുക, വീട്ടിലെ അക്രമ സ്വഭാവം കാണിക്കുക. ലഹരി കിട്ടാത്ത കുട്ടി കാണിക്കുന്ന അതേ അക്രമ സ്വഭാവം ഈ ഗെയിമിൽ തോറ്റ കുട്ടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളുമോ? വീട്ടിലെ അക്രമ സ്വഭാവം കാണിക്കും, ചെറിയ മക്കളെ ആക്രമിക്കും. അറിയാലോ, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഈ സിനിമകളിലൊക്കെ ടെലഗ്രാം വെച്ച് സിനിമ ഡൗൺലോഡ് ചെയ്ത് ഈ അവധിക്കാലത്ത് ധാരാളം നമ്മൾ കാണുന്നുണ്ട്. എല്ലാ സിനിമകളും വയലൻസിനെ കൃത്യമായിട്ട് കാണിക്കുന്ന സിനിമകൾ വരികയാണ്. അറുത്തിടുകയാണ്, തലക്ക് അറുത്തിടുക, കൈ വെട്ടിടുക, കയ്യിന് മിഷീൻ വെക്കുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, തല വെട്ടുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. ഇതൊക്കെ കാണുന്ന കുട്ടിക്ക് ചെറിയ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കറിക്കത്തി എടുത്തിട്ട് ഞാൻ വിട്ടോട്ടോ എന്നൊക്കെ പറയണതൊക്കെ ഇതിൻ്റെ അഡിക്ഷൻ കൊണ്ടാണ്, അല്ലാതെ പറയില്ല. അത് കാണുന്ന
നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള സിനിമകൾ കാണാനുള്ള അവസരങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം അവരെന്തും ചെയ്യും, അവരെന്തിനും റെഡിയാണ്. ഇന്ന് സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന വാർത്തകളൊക്കെ സൈക്കോ കില്ലേഴ്സിൻ്റെ സ്വഭാവങ്ങളാണ്. ഇന്ന് കേൾക്കാത്തൊരു വാർത്ത ഉണ്ടോ ഏതെങ്കിലും ഒരു ദിവസം? എന്താ ഇന്ന് കേൾക്കാത്തൊരു വാർത്ത എന്ന് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടോ? ഇല്ലേ. എല്ലാ ദിവസവും ഈ വാർത്തകൾ കേൾക്കും. കൊതി തീരാത്ത, ചോരക്കൊതി തീരാത്ത കേരളം എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് വലിയ ക്യാപ്ഷനിൽ നമ്മുടെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളൊക്കെ ചർച്ച വെച്ച് നടത്തിയാലും തീരുന്നുണ്ടാ? ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഗെയിംസിൻ്റെ അഡിക്ഷനും നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ മിസ്യൂസിങ് രക്ഷിതാക്കൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ലേഡീസിന്, അതായത് പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. തിരിച്ചറിയണം, പൊട്ടത്തിയാളാവരുത്. എല്ലാ കാര്യത്തിലും വിരുദ്ധന്മാരാണ്. ആരെ മാത്രം? കുടുംബാംഗങ്ങളെ പറ്റിക്കാൻ മാത്രം ഞാനേതാ വിരുദ്ധത്തി എന്നൊക്കെ പറയും. അതുപോലൊക്കെയാണ് നമ്മൾ വിരുദ്ധത്തി. നമ്മൾ തൊട്ടപ്പുറത്തെ മുറിയിലിരുന്നിട്ട് നമ്മുടെ ഉപയോഗിക്കുന്ന മൊബൈൽ വെച്ചിട്ട് നമ്മുടെ പെൺകുട്ടികൾ റൂട്ട് മാറി സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ബുദ്ധിമതിയാണോ? അല്ല. അപ്പോൾ ഞാനിതാ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾ, രക്ഷിതാക്കൾ അതേപോലെ നിർത്തണോ? പക്ഷെ നിർത്തണം. നമുക്ക് 8:30 മണിക്ക് നമ്മുടെ ലൈവ് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ലൈഫ് ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇനി ഇതുപോലെ അവസരങ്ങൾ വരും. ആ അവസരങ്ങൾ വരുന്ന സമയത്ത് ഞാൻ എത്തും എന്നിട്ട് പറയും. പിന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി രക്ഷിതാക്കളോട് വീണ്ടും പറയാണ്, രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് അവധിക്കാലത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ, അവരുടെ കൃത്യമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ ഈ സ്റ്റോറി ഇടലുണ്ട്. എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ലേ? ഒരു സ്റ്റോറി എൻ്റെ ക്ലാസ് ഗ്രൂപ്പിൽ ചെയ്യുന്ന ആക്ടിവിറ്റികൾ, റീഡിങ് മെറ്റീരിയലുകളൊക്കെ ഞാനിടും. വായിക്കട്ടെ. ഒരു ദിവസമെങ്കിലും ആ സ്ക്രീനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു പ്രത്യേക ഫോൾഡറിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റി, മോളെ അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ ഒരു ദിവസമെങ്കിലും മാഷ് എഴുതുന്ന ഒരു 5-6 വരി അപ്പം ഉണ്ടാക്കുന്നതാണ്. ആ കുഞ്ഞു വരികളൊന്ന് വായിപ്പിക്കുക. ഡെയിലി ഒരു വായനാശീലം ഉണ്ടാക്കി കൊടുക്കുക. പറ്റുമെങ്കിൽ അതൊന്ന് പ്രിൻ്റ് എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ഇന്ന് മെയ് മാസം, ഏപ്രിൽ മാസം എന്നല്ല, ഈ മാസത്തിൽ ചെറിയൊരു കുളത്ത് വെക്കുക. പ്രിൻ്റ് എടുത്തിട്ട് എന്നിട്ട് ആ കുളത്ത് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ, ഞാൻ ഒന്ന് പറഞ്ഞതാണ്, എന്നിട്ട് ഓരോന്ന് പ്രിൻ്റ് എടുത്തിട്ട് ഇന്ന് വായിച്ചത് ഇങ്ങനെ അതിലിങ്ങനെ വെച്ച് നോക്കുക. പ്രിൻ്റ് എടുത്ത് നമുക്ക് എന്തെല്ലാം നമ്മൾ ചിലവാക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി ഒന്നിച്ച് ചെറുതായിട്ടൊന്ന് പ്രിൻ്റ് എടുത്തിട്ട് അമ്മ കൊടുക്കുക. ഇന്ന് വായിക്കേണ്ട സാധനം. ഡെയിലി റുട്ടീൻസാണ് കേട്ടോ. ഇതൊരു ടൈം ടേബിൾ പ്രകാരം നടക്കേണ്ട സംഗതികളൊന്നുമല്ല. ഉമ്മ വന്നു, എല്ലാ പണിയും കഴിഞ്ഞാൽ, തിരുമ്പിക്കളി കഴിഞ്ഞാൽ, വായിച്ചു കഴിഞ്ഞാൽ എന്നാൽ എന്താ അതൊന്ന് വായിച്ചു ഉമ്മാൻ്റെ മുന്നിൽ നിന്ന് ഉറക്കനെ വായിക്കുന്നു. നേരെ കൊണ്ടുപോയിട്ട് ആ കുട്ടി തന്നെ അത് അവിടെ കൊണ്ടുപോയിട്ട് ആ ചെറിയ കുളത്തിൽ തൂക്കിയിടുന്നു. ഇങ്ങനെ കുട്ടികൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ, ഞാൻ പറഞ്ഞല്ല, കോഴ്സുകളൊക്കെ, വെക്കേഷൻ കോഴ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവാം. ഇപ്പം നമ്മൾ ഈ ലൈഫ് ലേണിംഗ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ഈ ലൈഫ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും പറയണത്, ഞാൻ എപ്പോഴും കോമ്പറ്റിറ്റീവ് എക്സാമുകൾ, അതായത് കുട്ടികൾക്ക് വരാനുള്ള മത്സര പരീക്ഷനല്ലോ ഘടകം. മറ്റത് ജയം തോൽവിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വലിയൊരു ഘടകമല്ല പലർക്കും. പക്ഷേ ഇത് മത്സര പരീക്ഷകളിൽ എത്തിപ്പിക്കാനും അതിൽ വഴി കുട്ടി മികച്ചൊരു റോളിലേക്ക് എത്താനൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിനെന്തെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ വെക്കേഷനിൽ നമ്മളെ കൊണ്ട് സിറ്റുവേഷനിൽ താങ്ങുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി മെനക്കെട്ടാൽ അത് സാധ്യമാവുമെന്ന് തോന്നുന്ന എന്തെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റും. അതിൽ കോഴ്സുകൾ ചേർത്ത്, അത് അവൻ്റെ പാഷൻ അനുസരിച്ചാവട്ടെ, അവൻ്റെ താല്പര്യത്തിനനുസരിച്ചാവട്ടെ. ഒരു താല്പര്യമില്ലാത്തൊരു ചങ്ങായിനെ കൊണ്ടുപോയിട്ട് ഒരു കൂട്ടിലിട്ടിക്കാണ്ട് എൻ്റെ വെക്കേഷൻ കഴിയുന്ന വരെ ഇവിടെ കുത്തർന്ന് പറഞ്ഞാൽ നടക്കൂല കേട്ടോ. അതുള്ള താല്പര്യം പോവുകയും ചെയ്യും. പിന്നെ അതുവഴി അത് പണ്ടാറടങ്ങാൻ എന്നെ കൊണ്ട് ചേർത്തതാണല്ലോ എന്നൊക്കെ പറയും. പക്ഷെ അവൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മുടെ കീശയ്ക്ക് പദം പറ്റാത്ത രൂപത്തിലുള്ള സംഗതികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. 2, ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയേൻ്റെ അഡിക്ഷൻസ്. ബുക്സുകൾ നിങ്ങൾക്ക് അടുത്തുള്ള ലൈബ്രറിയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അവിടെ മെമ്പർഷിപ്പ് എടുത്ത് കുട്ടി പറയുന്ന ബുക്സുകൾ ഉണ്ടാകും. കുട്ടി വായിക്കേണ്ട പുസ്തകങ്ങൾ തന്നെ ആയിക്കോട്ടെ കേട്ടോ. അവരുടെ ഏജിനനുസരിച്ചിട്ട് വായിക്കേണ്ട പുസ്തകങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. വായിക്കാൻ നമുക്ക് തന്നെ പറ്റാത്ത പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പുസ്തകങ്ങളൊന്നും വായിക്കാതെ മെമ്പർഷിപ്പ് എടുത്ത്, അടുത്തൊക്കെ പോയാൽ കിട്ടും. മലപ്പുറത്തൊക്കെ ഇപ്പോൾ കോട്ടപ്പടിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം. ആ മെമ്പർഷിപ്പ് എടുത്തിട്ട് അവിടെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാം. ആ വായിക്കാനുള്ള നല്ല ത്വരയുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. വായനയ്ക്ക് ഇപ്പോഴും ത്വര കൊടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അത് കോളേജിലെ കുട്ടികളുണ്ട്, ഹൈസ്കൂളിലെ കുട്ടികളുണ്ട്. അവർക്കൊക്കെ കൊടുക്കുക. കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കുക. ഞാൻ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചിട്ട് ആസ്വാദനക്കുറിപ്പ് എഴുതുക, വിമർശനക്കുറിപ്പ് എഴുതുക. അതൊക്കെ എഴുതിയിട്ട് അതൊക്കെ സൂക്ഷിച്ച് വെക്കുക. ഈ വെക്കേഷൻ കാലത്ത് ഞാൻ ഇന്നത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാം. ചെറിയ മക്കളെ കൊണ്ടുണ്ടെങ്കിൽ ഇന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഒന്ന് എഴുതിപ്പിക്കുക. മാഷ് കുഞ്ഞു വായനയൊക്കെ വിടുന്നില്ല, കുഞ്ഞെഴുത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. മലയാളത്തെ നന്നാക്കുക, ഭാഷ
ഭാഷയെ നന്നാക്കുക. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷോ അങ്ങനെ എന്തെങ്കിലും കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന ക്ലാസ്സുകളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് കൊടുക്കുക. ഇങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. ഒരു കാരണവശാലും ഒരു നഷ്ടം വരുന്ന ഒരു അവധിക്കാലം ആവരുത്, ഗുണകരമായ ഒരു അധ്യയനം ആവണം. മറ്റൊരു കാര്യം ഇതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്, ഈ ആക്സിഡൻ്റൽ ആയിട്ടുള്ള ഡെത്തുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് കുട്ടികൾക്കിടയിൽ ഈ വെക്കേഷൻ സമയങ്ങളിലാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ വെക്കേഷൻ സമയത്ത് ട്രിപ്പ് പോകുന്നു, അവിടെ ഉണ്ടാകുന്ന ചെറിയ 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 ഒരു ആക്സിഡൻ്റലായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടാകുന്നു. അങ്ങനെ അവർ മരണം വരെയൊക്കെ സംഭവിക്കുന്ന കേസുകളുണ്ട്. അത് ഈ ആൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ മൊബൈൽ അഡിക്ഷൻ ഇല്ലാത്ത കുട്ടികൾക്കുള്ള ഒരു പണിയാണ് നാട് തണ്ടുക. നിങ്ങളുടെ വീട്ടിലുണ്ടോ? രാവിലെ കണ്ട് പോയാൽ അല്ലേ, വൈകുന്നേരം ആകുമ്പോഴത്തേന് ചെറിയ അനിയത്തിയോ ഏട്ടത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ പറയും ഇതാ വന്നോക്കണും ആ ഓനെ ഇറങ്ങാണ്ട് പറയും, മറ്റുള്ളൊന്ന് മൂട്ടി കൊടുക്കാനും ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ പറയും ആ കുട്ടി കളിക്കാൻ പോകട്ടെ. അങ്ങനത്തെ കുട്ടികൾ കളിക്കണം, കുറച്ച് സമയമൊക്കെ പന്തൊക്കെ കളിക്കണം. പക്ഷേ ഇവർ അപകട സാധ്യതകൾ ഉണ്ടാവുന്ന രൂപത്തിൽ വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുക, കോറികളിൽ ഇറങ്ങുക, മീൻപിടുത്തത്തിന് പോവുക, അതൊക്കെ വേണം. പക്ഷേ അതൊക്കെ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് ചെയ്യേണ്ടത്. ആക്സിഡൻ്റലായിട്ടുള്ള ഡെത്തുകൾ, പരിക്കുകൾ, നമുക്ക് തീരാ നഷ്ടങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ മക്കളാണല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ജീവിച്ചിരിക്കുക അവരുടെ മരണാന്തര ചടങ്ങുകൾ ചെയ്യുക എന്നുള്ളത് ഒരു രക്ഷിതാവും ആഗ്രഹിക്കുന്നില്ല. രക്ഷിതാവിന് തന്നെ മരിച്ചാൻ പേടിയാണ്. പിന്നെയാണ് നമ്മൾ ജീവിച്ചിരിക്കെ നമ്മുടെ മക്കളുടെ മരണാന്തര ക്രിയകളൊക്കെ ചെയ്യുക. അതെന്നുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ അതൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും നമ്മുടെ ഇടയിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല രൂപത്തിലൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അതിലേക്കൊന്നും നമ്മൾ വീഴാതെ വരിക. വളരെ സങ്കടകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഒരു ചെറിയ കുട്ടി ഈയിടെ കുളത്തിൽ മുക്കിക്കൊന്നൊരു ചങ്ങായി. അതിൻ്റെ ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയാൻ തന്നെ അറിയാം. എനിക്ക് വലിയ വിഷമം തോന്നിയത്, കാരണം എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു മോനെ വലിയൊരു ദൂഷ്യമായിട്ടുള്ള ചിന്തയോട് കൂടിയിട്ട് ഒരു നമ്മൾ പറയില്ലേ, വളരെ മോശമായിട്ടുള്ളൊരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വിധേയനാക്കാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞ് സമ്മതിച്ചില്ല. പ്രകൃതി വിരുദ്ധമെന്ന് തന്നെ തീർത്തും പറയാം. ആ കുഞ്ഞ് അതിന് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ വളരെ പകയോട് കൂടിയിട്ട് വെള്ളത്തിൽ മുക്കി 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 പിഞ്ചു കുഞ്ഞിനെ കൊന്ന നാടാണ് നമ്മുടെ ഈ കേരളം. അതാ പറഞ്ഞത്, കുട്ടികൾ കൈവിട്ട് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ നമ്മുടെ കൺട്രോളിലല്ലാതെ, വീടിൻ്റെ നേരത്ത് വീടുമായി ബന്ധപ്പെട്ടല്ലാതെ കുറച്ച് ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കഴുകന്മാരൊക്കെ ചുറ്റുമുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുന്ന, സംഭവിക്കട്ടെ എന്ത് സംഭവിച്ചാലും. ഇന്ന് അവിടെ പോയില്ലേ, ആ കല്യാണത്തിന് പോയില്ലേ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോലെ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് പോയില്ലേ, അതിന് പോയില്ലേ, ഇതിന് പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് അവരോട് തിരിച്ച് ചോദിക്കണം എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ കേൾക്കുക, കേൾവിക്കാരനാവുക, നല്ലൊരു കേൾക്കുക. വെറും ഈ പ്രസംഗക്കാരനാവാൻ മാത്രമല്ല, പ്രസംഗിക്കുക, ചീത്ത പറയല്ല, കേൾക്കുക, അവരെ കേൾക്കുക. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഉമ്മാനോട് പറയുന്നുണ്ട്, ഉമ്മ അത് കേൾക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഉമ്മ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ ഉൾക്കൊള്ളാം. ഇത് വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ അവർ തെറ്റായ വഴികളിലേക്ക് പോകുമ്പോൾ ഉമ്മനെ ഓർക്കുള്ളൂ. ഏതായാലും അത് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ പകർത്തുക, മികച്ച രക്ഷിതാവുക. അപ്പോൾ ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയണത്, ഇത് നമുക്ക് അറിയാലോ, ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷനല്ല. നിങ്ങളുടെ കമൻസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് പറയാം. ഇനി എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക. ഒന്ന് എല്ലാവരും ഒന്ന് റിയാക്ട് ചെയ്തേ. അവസാനിപ്പിക്കാം. യെസ്, ഈ സെഷൻ ഇഷ്ടപ്പെട്ടോ? സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേ. ഓ, ഹാപ്പിയാണോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല റെസ്പോൺസാണ് വരുന്നത്. ഏതായാലും ആശിച്ച് ഞാൻ ഇങ്ങോട്ട് എത്തി. നമ്മൾ എന്നോ പറഞ്ഞതാണ്, പക്ഷേ ഈ ഒരു സമയത്താണ് നമുക്ക് പറ്റിയത്. പിന്നെ നമുക്ക് ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അവസാനിപ്പിക്കുകയാണ് കേട്ടോ മക്കളെ. രക്ഷിതാക്കളും ശ്രദ്ധിക്കുക, ഏറ്റവും നല്ല ഒരു സമയമാണ്, വളരെ മനോഹരമായ സമയമാണ് അല്ലേ? നമ്മളൊക്കെ പറയുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്, പക്ഷേ എപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സമയം കൂടിയാണ്. നല്ലൊരു സമയമായിട്ടാണിത് മാറിയത്. ഞാൻ വളരെ ഹാപ്പിയായി. ഞാൻ ഉള്ളു തുറന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇനിയും പറയും. രക്ഷിതാക്കളും മക്കളും കുട്ടികൾ ജീവനാണ്. ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഷഫീഖ് മാഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമാണ്. ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് എനിക്ക് പല വിഷയങ്ങളിൽ ഈ മക്കൾക്കുണ്ടാവുന്ന അതിക്രൂരമായിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്നെ വല്ലാതെ വിഷമിപ്പിക്കും. ഞാൻ എപ്പോഴും ആ കാര്യത്തിൽ സങ്കടപ്പെടാറുണ്ട്. പിന്നെ നല്ല പാരൻ്റാവും.
ഓക്കെ, നല്ല മക്കളാവുക, രക്ഷിതാക്കളെ അനുസരിക്കുന്ന മക്കളാവുക, ഒരു വലിയ യുദ്ധക്കളമല്ലാത്ത വീടായിട്ട് മാറുക. ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുമ്പോൾ മാത്രം ഉമ്മി ഉപ്പി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഉമ്മിക്ക് അങ്ങനെയെന്നൊക്കെ മാത്രമല്ല, ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കുക. നോട്ട് എ സ്റ്റാറ്റസ് റിയലല്ല, നേരത്തെ പറഞ്ഞ റിയലല്ല. റിയൽ ആവണമെങ്കിൽ നമ്മൾ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. റിയൽ ലൈഫ് റിയൽ ആവണമെങ്കിൽ നമ്മൾ മാത്രമാണ് അത് തീരുമാനിക്കേണ്ടത്, നമ്മളാണത് ചെയ്യേണ്ടത്. നല്ല അനുസരണശീലമുള്ള മക്കളായിട്ട് മാറട്ടെ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പങ്കുവെക്കണം, ഉമ്മയും പങ്കുവെക്കണം. നല്ല കാര്യങ്ങൾ തന്നെ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ചീത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്രൂരമായ രൂപത്തിൽ ആദ്യം ഇടപെടാതെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ചേർത്ത് നിർത്തി, രക്ഷിതാവെന്നാവണം, സുഹൃത്താവണം എന്ന് പറഞ്ഞ പോലെ തന്നെ രക്ഷിതാവാവണം. കാര്യങ്ങളിലൊക്കെ വിലക്കുകൾ വരുന്നിടത്തൊക്കെ വിലക്കണം. അതൊക്കെ നമ്മളാണ് ചെയ്യേണ്ടത്. പിന്നെ ചേർത്ത് നിർത്തേണ്ടടുത്ത് ചേർത്ത് നിർത്തണം, കൂടെ നിൽക്കണം. ഞാനുണ്ട് എൻ്റെ കൂടെ, പരീക്ഷ ആയാലും മറ്റ് സംഗതികളായാലും അമ്മ കൂടെ ഉണ്ട്. എപ്പോഴും ഞാൻ പറയണത് എന്താ പറയുക, ഒരു യാത്രക്ക് പുറപ്പെടുമ്പോഴും സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നല്ലൊരു ഉമ്മ കൊടുത്തിട്ട് അവരെ കൃത്യമായിട്ട്, അത് എത്ര പ്രായമായിക്കോട്ടെ, അവരോട് നെറ്റിത്തടത്തിലൊരു ഉമ്മ കൊടുത്തിട്ട് അവരോട് സ്നേഹം പ്രകടിപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം, അതൊരു ലൈഫ് പ്രക്രിയയായിട്ട് മാറണം. അതിന് നമ്മൾ തയ്യാറായിക്കോട്ടെ. എത്ര ദേഷ്യപ്പെട്ടാലും ആ ഒരു ഉമ്മ കൊടുക്കാതെ ഒരു സ്കൂൾ ബസ്സിലും കയറ്റരുത് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമാണ് പറയാൻ. അപ്പോൾ എല്ലാ ഉമ്മമാർക്കും എല്ലാ രക്ഷിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കണം എന്നെ കേട്ടതിന്. ഈ വിനീതൻ്റെ വാക്കുകൾ നിർദ്ദേശങ്ങളല്ല, ഉപദേശങ്ങളല്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് നമ്മുടേതായിട്ടുള്ള ഒരു 8 വർഷത്തെ അധ്യാപന സർവീസേ ഉള്ളൂ. പക്ഷേ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ സംസാരിക്കുമ്പോഴാണ് ഓരോ വീടുകളിലെയും അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അവരെക്കാൾ കൂടുതൽ നമ്മുടെ അനുഭവങ്ങളിലൂടെയുള്ള സംസാരമാകുമ്പോൾ അതിന് എന്ത് കൂടും, അതിന് ഭംഗി കൂടും, അത് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, സന്തോഷിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ. നമ്മുടെ ഇതിന് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ലൈഫ്, അല്ലേ, ലേൺ യുവർ എഡ്യൂക്കേഷൻ, അല്ലേ, ലൈഫ് ലേണിംഗ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു ഓപ്പർച്യൂണിറ്റികളാണ് അവരൊരുക്കുന്നത്. അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം കൂടി നടത്തുക. നല്ല സ്റ്റെപ്പാണ്, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. കാരണം കോമ്പറ്റീറ്റീവ് എക്സാമുകളൊക്കെ നമ്മൾ ആ സമയത്ത് പോയി തുടങ്ങിയിട്ടൊരു കാര്യം. അപ്പോൾ നമ്മുടെ കുട്ടികൾ വലിയ ഇതുപോലെയുള്ള ഈ പ്രീ പ്ലാൻ ആയിട്ടുള്ള കുട്ടികളെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മുടെ മക്കൾ 2ാം സ്ഥാനത്തേക്ക് മാറും, പിന്നിലേക്ക് മാറും. അപ്പോൾ നമ്മളിങ്ങനെ തോന്നും, എന്താ ഇപ്പം ഇങ്ങനെ, നമ്മൾ തുടങ്ങിയിട്ടില്ല, അവരൊക്കെ എന്നോ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ മാത്രം പറയണതല്ലേ, മികച്ച ഈ IAS അതേപോലെ സിവിൽ സർവീസ് ഓഫീസർമാരുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുമ്പോൾ അവർക്കൊക്കെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ പുതിയ ജനറേഷനത്തെ മക്കൾക്കൊക്കെ ഒരു വലിയ പദവിയിലേക്ക് എത്തിയ ആളുകൾക്കൊക്കെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഇതുപോലുള്ള മത്സരങ്ങൾ അവരെ വില്ലിങ് ആക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു അവസരങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക്, എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഷഫീഖ് മാഷിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതിന് പ്രത്യേകം ആശംസകൾ അറിയിക്കുകയാണ്. ഇനി ഇതൊരു പ്ലാറ്റ്ഫോം നമുക്ക് ലൈഫ് ലേണിങ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലെ ഈ ഒരു പ്ലാറ്റ്ഫോം അനുവദിച്ച് തന്നതിലും അതിൽ വളരെ മനോഹരമായിട്ട് ലൈവ് ചെയ്യാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തു തന്ന വായിച്ചാർ ഉൾപ്പെടെയുള്ള ഇതിലെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി നല്ല രക്ഷിതാവുക, നല്ല മക്കളായി വളരുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.